ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഇന്ന് ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു സിലബസിനകത്ത് ടഫായിട്ടുള്ള രണ്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് സി പ്രോഗ്രാമിങ്ങും രണ്ടാമത്തെ നമുക്ക് ഡാറ്റാബേസിന്റെ ഒരു ടോപ്പിക്കാണ്. ബാക്കിയെല്ലാം നമുക്ക് തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഏരിയസ് നിന്ന് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പം സി പ്രോഗ്രാമിങ്ങിന്റെ നമുക്ക് ഫസ്റ്റ് ആ ഒരു സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേസ് മുതലേ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സിലബസിനകത്ത് സി പ്രോഗ്രാമിങ്ങിനകത്ത് തന്നിരിക്കുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ബേസിക് സി പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് മൊഡ്യൂൾ 3യുടെ പാർട്ടായിട്ടാണ് നമ്മുടെ സിലബസിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ക്യാരക്ടർ സെറ്റ് എന്നാണ് ഫസ്റ്റ് ടോപ്പിക്ക് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് കോൺസ്റ്റൻസ്, വേരിയബിൾസ്, കീവേഡ്സ് ഇതൊക്കെ വരുന്ന നമ്മുടെ ടോക്കൺസ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. ഓക്കെ, പിന്നീട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ്, ടൈപ്പ് ഡിക്ലറേഷൻ, ഡാറ്റ ടൈപ്സ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കണം. കാര്യം എല്ലാ എക്സാമിനകത്തും ഓപ്പറേറ്റേഴ്സിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, പിന്നീട് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. ഇഫ് എൽസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസിനകത്ത് വരുന്നത്. അത് തന്നെയാണ് ഡിസിഷൻ കൺട്രോൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നീട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അതെല്ലാം നമുക്ക് ഓപ്പറേറ്റേഴ്സിന്റെ ഒരു പാർട്ടായിട്ട് പഠിക്കും. കാര്യം സിലബസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊന്ന് ഷഫിൾ ചെയ്തൊക്കെയാണ് അവർ ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ബേസ് മുതലേ ഏറ്റവും നീറ്റായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ മതി. പിന്നീട് നമുക്ക് ലൂപ്പിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, അതിനൊക്കെ തന്നെ സ്വിച്ച് കേസ് പറയുന്നുണ്ട്. ഓക്കെ, പിന്നീട് നമുക്ക് ഫംഗ്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെ കാറ്റഗറി ഫംഗ്ഷൻസ് വരുന്നുണ്ട്, ഫംഗ്ഷൻസിനകത്ത് സ്കോപ്പ്, ഗ്ലോബൽ, ലോക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അതിനൊക്കെ തന്നെ നമുക്ക് സ്റ്റോറേജ് ക്ലാസ്സസ് വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഏരിയയിലാണ് വരുന്നത്. ഓക്കെ, ദെൻ ഫംഗ്ഷൻ ഡിക്ലറേഷനും പ്രോട്ടോടൈപ്പും പറയുന്നുണ്ട്. പിന്നീട് നമുക്ക് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്. അറേസ് രണ്ട് ടൈപ്പ് പറയുന്നുണ്ട്, 1 ഡയമെൻഷനിലും 2 ഡയമെൻഷനിലും പറയുന്നുണ്ട്. സ്ട്രക്ചേഴ്സ്. ഇത്രയാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുറെയൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഷഫിൾ ചെയ്തൊക്കെയാണ് അവർ ഇട്ടിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു ഓർഡറിൽ പോവുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ടോട്ടലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മുതൽ 14 മാർക്സ് ആണ് ഈ ഒരു സിലബസ് പ്രകാരം നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. 12 മുതൽ 14 മാർക്ക് വരെ ഈ ഒരു ഏരിയ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ഇത്രയും ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ഇനി ആ ക്വസ്റ്റ്യൻസിനെ തന്നെ നമ്മൾ രണ്ട് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഒന്ന് ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. അപ്പൊ ആ തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മുതൽ 6 മാർക്ക് വരെയാണ് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പോസിബിലിറ്റി, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട്, അതാണ് ഞാൻ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പ്രോഗ്രാം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പാർട്ട് കാണും. അത് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മുതൽ 8 മാർക്സ് വരെ ആ ഒരു ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 10 മാർക്ക് വരെയും അല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്ത് വരാം. ഓക്കെ, അപ്പം ഞാനൊരു 12 കാറ്റഗറിയാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. 4, 6 അല്ലെങ്കിൽ 4 മുതൽ 6 മാർക്ക് വരെ തിയറിയിൽ ചോദിക്കാം. ഈ പറയുന്ന പ്രോഗ്രാം തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് ചോദിക്കുന്ന 6 മുതൽ 8 മാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കണക്ക് തന്നെ പ്രോഗ്രാം തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് ചോദിക്കും. കോഡ് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് വരും ഈ ഒരു ഏരിയയിൽ നിന്ന്. തിയറി ക്വസ്റ്റ്യൻസും വരും. ഇപ്പോൾ ഒരു പ്രോഗ്രാം തന്നിട്ട്, പ്രോഗ്രാം എഴുതാൻ ചോദിക്കില്ല, പകരം പ്രോഗ്രാം തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും ചോദിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സിലബസ് ജസ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളൊന്ന് ഈ ഒരു സിലബസിനെ ഒന്ന് റീ ഓർഡർ ഒക്കെ ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോപ്പിക്സ് കൊണ്ടുപോകുന്നത്. ഓക്കെ, കാര്യം ഇത് കുറേയൊക്കെ ഷഫിൾ ചെയ്ത് കിടക്കുകയാണ്. ഇനി നമ്മൾ പറഞ്ഞ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, തിയറി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിനൊക്കെ പ്രോഗ്രാം ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം കൂടുതൽ അവർ അല്ലെങ്കിൽ പ്രിഫറൻസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസിനായിരിക്കും. കാര്യം ലാംഗ്വേജ്, സി ലാംഗ്വേജ് മാത്രമാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് പ്രോഗ്രാം തന്നിട്ട് ഔട്ട്പുട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുക. എന്നാൽ തിയറി ക്വസ്റ്റ്യൻസും വരും. ഇത്രയാണ് നമ്മുടെ സിലബസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ പോകാം. അപ്പം ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സി പ്രോഗ്രാമിന്റെ ഒരു ബേസിക് ഒരു ഹിസ്റ്ററി എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം നമുക്ക് ഒരു ഇൻസ്ട്രക്ടർ ക്വസ്റ്റ്യൻസ് ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഇത് ഡെവലപ്പ് ചെയ്ത ആരാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, കാര്യം ബേസിക് ഒരുപാട് ഇഷ്ടമാണ് ഈ പറയുന്നത് സയന്റിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം സി എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് പ്രൊസീജിയറൽ ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. നമുക്ക് രണ്ട് ടൈപ്പിലാണ് ലാംഗ്വേജ് വരുന്നത്. ഒന്ന് പ്രൊസീജിയറൽ ഓറിയന്റഡും അടുത്തത് ഒബ്ജക്റ്റ് ഓറിയന്റഡും. ഓക്കെ, അപ്പൊ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഒന്നും പഠിക്കാനില്ല, നമുക്ക് പ്രൊസീജിയറൽ ഓറിയന്റഡ് മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം പിന്നീട് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഒക്കെ വരുമ്പോൾ കുറച്ച് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കാറ്റഗറിയിലിട്ട് പോകുന്നതാണ്. ഒബ്ജക്ട് ബേസ്ഡ് എന്നാണ് നമ്മൾ അതിനെ പറയുക. അപ്പൊ ഇവിടെ നിങ്ങൾ ഇതൊരു പ്രൊസീജിയറൽ ഓറിയന്റഡ് ലാംഗ്വേജ് എന്ന് ഓർത്ത് വെച്ചേക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഫാക്ടേഴ്സ് ഞാൻ ഇവിടെ എഴുതിയേക്കാം. ഈ ഒരു ലാംഗ്വേജിന്റെ പ്രത്യേകത, സി എന്ന് പറയുന്ന ലാംഗ്വേജിന്റെ പ്രത്യേകത ഇതെന്താണ്, പ്രൊസീജിയർ ഓറിയന്റഡ് ലാംഗ്വേജ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്.
ഇനി ആ ഒരു ലാംഗ്വേജ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇയർ എന്ന് വെച്ചാൽ 1972 ഈ ഒരു ലാംഗ്വേജ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് കാലത്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, സി യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് സിറ്റുവേഷൻസിൽ. ഓക്കെ, അപ്പം കോളേജിലൊക്കെ ആണെങ്കിൽ ലാബുകളെല്ലാം ഇപ്പോഴും സിയിൽ തന്നെയാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കാര്യം അതൊരു ബേസിക് ലെവൽ ലാംഗ്വേജ് ആയതുകൊണ്ടാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സയന്റിസ്റ്റ് എപ്പോഴും PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സി എന്ന് പറയുന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡെന്നിസ് എം റിച്ചി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, സി എന്ന് പറയുന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. സി എന്ന് പറയുന്ന ലാംഗ്വേജ് ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, ഈ പറയുന്ന ഡെന്നിസ് എം റിച്ചി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, സി എന്ന് പറയുന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് ബെൽ ടെലിഫോൺ ലബോറട്ടറീസിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ലാംഗ്വേജ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് യുണിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വിൻഡോസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും ബേസ് ആണ് യുണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ യുണിക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫുള്ളി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സിയിലാണ്. അപ്പോൾ ആ ഒരു യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫുള്ള് പ്രോഗ്രാം, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം അതൊരു പ്രോഗ്രാമാണ്. ആ ഒരു പ്രോഗ്രാം ഫുള്ള് എഴുതിയിരിക്കുന്നത് ഏത് ലാംഗ്വേജിലാണ്, സി ലാംഗ്വേജ്. അപ്പം യുണിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി സി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് തന്നെ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്ന് ഏത് ഇയറിലാണെന്നുള്ള കാര്യം, പിന്നീട് സയന്റിസ്റ്റിന്റെ പേര് ഡെനിസ് റിച്ച്, പിന്നീട് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് സി എന്ന് പറയുന്ന ലാംഗ്വേജ് കൊണ്ടുവന്നത്. ഓക്കെ, അതാരാണ്, യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അതാണ് കുറച്ച് ഫാക്ട്സ് പറഞ്ഞിരിക്കുന്നത്. സി വാസ് ഇൻവെന്റഡ് ടു റൈറ്റ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോൾഡ് യുണിക്സ്. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് മുൻ വർഷങ്ങളിൽ. ഓക്കെ, ഇനി സിക്ക് മുന്നേ ഇതിനൊരു ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ ലാംഗ്വേജിന്റെ ഒരു ബി എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. ബിയിൽ നിന്നാണ് പിന്നീട് എവിടേക്ക് വരുന്നത്, സിയില്. സി വന്ന ഇയർ 1972 ആണ്. ബി എന്ന് പറയുന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇയർ 1970 ആണ്. ഇനി ഈ ഒരു സി എന്ന് പറയുന്ന ലാംഗ്വേജിനെ ഒന്ന് സ്ട്രക്ചറൈസ് ചെയ്തു, ഒരു ഫോർമലായിട്ട് ഒന്ന് എഴുതിയെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നതിനൊക്കെ എന്താണ്, 1988 അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിനകത്ത് ഇങ്ങനെ ആയിരിക്കും ആൻസി ഇൻ സി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ടെക്സ്റ്റ് ബുക്കിന് കൊടുക്കുന്നത്. അവിടെ ആൻസിയുടെ ഫുൾ ഫോം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസി ആണ് ഈ പറയുന്ന എന്താണ്, നമ്മുടെ സി ലാംഗ്വേജിനെ ഒന്ന് ഫോർമലൈസ് ചെയ്ത് വെച്ചാൽ ഒരു പ്രോപ്പർ വേയിൽ അതിന് എഴുതി ഒരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആക്കി കൊണ്ടുവരുന്നത്. ആ ആൻസിയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ് ആൻസി. അപ്പൊ ഇനി നിങ്ങൾ ഈ ആൻസി സി എന്നൊക്കെ കാണുമ്പോൾ ആൻസി സി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ലാംഗ്വേജ് അല്ല, പകരം എന്താണ്, സി ലാംഗ്വേജിനെ ഫോർമലൈസ് ചെയ്ത എന്താണ് ടീമാണ് അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്, ആൻസി ഇൻ സി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ യുണിക്സ് ഓപ്പറേറ്റിംഗ് ഫുള്ളി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഈ പറഞ്ഞ തന്നെ സി ലാംഗ്വേജിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരുപാട് ലാംഗ്വേജസ് സി എ ബേസ് ചെയ്ത് പിന്നീട് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ C++, അങ്ങനെയുള്ള ലാംഗ്വേജസ് എല്ലാം സിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന ലാംഗ്വേജസ് ആണ്. ഓക്കെ, അപ്പൊ ആൻസിയുടെ ഫുൾ ഫോം ഓർത്ത് വെച്ചേക്കുക. ഏത് ഇയറിലാണ് സി വന്നതെന്നുള്ള കാര്യം ഓർക്കുക, സി ഡെവലപ്പ് ചെയ്ത സയന്റിസ്റ്റ് ആരാണെന്നുള്ള കാര്യം ഓർക്കുക, പിന്നീട് അത് ബെൽ ലബോറട്ടറീസിലാണ് അത് ഡെവലപ്പ് ചെയ്തെന്നുള്ള കാര്യം ഓർക്കുക. അതിന്റെ മുൻഗാമിയായിട്ടുള്ള ലാംഗ്വേജ് ആരാണ്, സക്സസർ എന്ന് പറഞ്ഞാൽ മുൻഗാമി എന്നുള്ള മീനിങ്ങിലാണ്, മുന്നേ ഉണ്ടായിരുന്ന ആള്. അപ്പം അതെന്ന് പറഞ്ഞാൽ ഏത് ലാംഗ്വേജ് ആയിരുന്നു, ബി എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. അതിനകത്ത് മറ്റൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് സി യൂസ് ചെയ്തുകൊണ്ട് ഫുള്ളി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്, യുണിക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് സി യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി സിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനുമായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് സി ആണ്. മെഷീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹാർഡ്വെയറിനുമായിട്ടാണല്ലോ ഇവരൊക്കെ ഇന്ററാക്ട് ചെയ്യേണ്ടി വരുന്നത്, നമ്മുടെ ആപ്ലിക്കേഷൻസ് അല്ലേ. അപ്പം ഈ പറയുന്ന ഹാർഡ്വെയറുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് സി ആയതുകൊണ്ട് തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ, നോർമലി നമ്മൾ സോഫ്റ്റ്വെയറുകളെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ഒന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ ഓക്കെ അതേ കണക്ക് തന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പൊ ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറിലാണ് നോർമലി നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് നോർമലി പറയാറ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആവശ്യത്തിന്, ഓക്കെ, ഇപ്പോൾ എനിക്കൊരു മൂവി കാണണം, അപ്പോൾ എനിക്ക് എന്താണ് ഒരു VLC പ്ലെയർ ആയിരിക്കും ആവശ്യം. അങ്ങനെ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിലാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഈ പറയുന്നത് എന്താണ് മൈക്രോസോഫ്റ്റിന്റെ തന്നെ വേർഡ്, അങ്ങനെയുള്ള കാറ്റഗറീസ് എല്ലാം. ദെൻ VLC പ്ലെയർ, MP3 പ്ലെയറുകൾ, അതെല്ലാം എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഒരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു സിസ്റ്റമായിട്ട് സിസ്റ്റം വർക്ക് ചെയ്യാൻ എടുക്കുന്ന സോഫ്റ്റ്വെയറുകളെ നമ്മൾ പറയുന്ന പേരാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയും. അങ്ങനെയുള്ള മിക്ക സിസ്റ്റം സോഫ്റ്റ്വെയർസും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സി ലാംഗ്വേജിലാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ലാംഗ്വേജ് കമ്പൈലേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അസംബ്ലേഴ്സ്, ടെക്സ്റ്റ് എഡിറ്റർ, പ്രിന്റ് സ്പൂളേഴ്സ്, നെറ്റ്വർക്ക് ഡ്രൈവേഴ്സ്, മോഡേൺ പ്രോഗ്രാംസ്, ഡാറ്റാബേസസ്, ലാംഗ്വേജ് ഇന്റർപ്രിറ്റേഴ്സ്, ദെൻ യൂട്ടിലിറ്റീസ്, ഇതെല്ലാം സി ലാംഗ്വേജ് വെച്ച് എന്ത് ചെയ്യാറുണ്ട്, ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സി ആണ് കൂടുതലായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഹാർഡ്വെയറുമായിട്ട് അല്ലെങ്കിൽ മെഷീൻ ലെവലിൽ കുറെ കൂടെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് സി ആയതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സി യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം എന്ത് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ, ക്ലിയർ ആണോ? നിന്ന് ഞാൻ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് എല്ലാം അവിടെ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. 1972 ഡെന്നിസൺ റിച്ചി, ബെൽ ലബോറട്ടറീസ്, ആൻസി, അല്ലെ, ഇങ്ങനെയുള്ള ടോപ്പിക്സ്. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഏതായിരുന്നു, യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. നമുക്ക് 12 മുതൽ 14 വരെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയ ഉണ്ട്. അപ്പൊ ഇൻട്രഡക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ഇത്രയും ക്ലിയർ ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യണേ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ അല്ലെന്നുള്ള കാര്യം ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടുക. അപ്പൊ നമുക്കിനി സി ലാംഗ്വേജിലേക്ക് തന്നെ പോകാം. ഓക്കെ, അപ്പം ഓക്കെ, അപ്പം ഇനി ഒരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഏത് ലാംഗ്വേജ് പഠിക്കുകയാണെന്ന് വെച്ചോ, നമ്മളിപ്പോ നമ്മുടെ നോർമലി നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ഒക്കെ ആണെങ്കിലും നമ്മൾ ഏത് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്തും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതിനകത്ത് എന്ത് ചെയ്യും, നമ്മൾ സിമ്പിൾസ് ഏതൊക്കെയാന്ന് പഠിക്കും. ഓക്കെ, നമ്മൾക്കൊരു കാര്യം, നമുക്ക് സി പഠിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യാനൊന്ന് കാണിക്കാമേ. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ നിൽക്കുക, നമ്മൾ സിയും പഠിക്കുക. സി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണല്ലോ. അപ്പൊ സി എന്ന് പറയുന്ന ലാംഗ്വേജ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ സ്കൂളിലൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ആദ്യം എന്തായിരിക്കും പഠിക്കുന്നത്, ആ ലാംഗ്വേജിലെ ആൽഫബറ്റ്സ് പഠിക്കും. ഇപ്പൊ ABCD ഒക്കെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേർഡ്സ് പഠിക്കും. വേർഡ്സിൽ നിന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസിലേക്ക് പോകും. ദെൻ സെന്റൻസിൽ നമ്മൾ എന്ത് ചെയ്യും, പാരഗ്രാഫ് പോലെ. ഈ ഒരു ഓർഡറിലാണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇംഗ്ലീഷ് പഠിച്ചു പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള കേസ് വെച്ചാണ് ഞാൻ പറയുന്നത്. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും, ആൽഫബറ്റ്സ് പഠിക്കും. പിന്നീട് നമ്മൾ വേർഡ്സിലേക്ക് പോകും. വേർഡ്സുകൾ കമ്പൈൻ ചെയ്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആക്കും, പാരഗ്രാഫ് ആക്കും. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഏത് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്തും ആദ്യം എന്തായിരിക്കും പഠിക്കുന്നത്, ആ ലാംഗ്വേജിന് അല്ലെങ്കിൽ ആ ലാംഗ്വേജിൽ യൂസ് ചെയ്യേണ്ട സിമ്പിളുകളെ കുറിച്ചായിരുന്നു നമ്മൾ പഠിക്കുക. ഓക്കെ, ഏത് ലാംഗ്വേജ് പഠിക്കും, ഹിന്ദി ആണെങ്കിലും മലയാളം ആണെങ്കിലും എല്ലാം നമ്മൾ എന്താ പഠിക്കുന്നത്, ആദ്യം നമ്മൾ പഠിക്കുന്ന അവിടെ അക്ഷരങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് സിമ്പിൾസിനെ കുറിച്ച് പഠിക്കും. അങ്ങനെ ഒരു ലാംഗ്വേജിനെ റിലേറ്റ് ചെയ്ത് വരുന്ന സിമ്പിൾസിനെ എല്ലാം കൂടെ ചേർത്തിട്ട് പറയുന്ന പേരാണ് അതിന്റെ ആൽഫബറ്റ്സ് എന്ന് പറയും. ഇപ്പൊ ഏത് ലാംഗ്വേജ് ആണെങ്കിൽ, നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ആൽഫബറ്റ്സ് എന്നാണ് കേൾക്കുക, അങ്ങനെയല്ല. ആൽഫബറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു ലാംഗ്വേജിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിൾസിന്റെ എല്ലാം കൂടെ കളക്ഷനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ആൽഫബറ്റ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സി പഠിക്കുകയാണെങ്കിൽ സിയിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിൾസുകളെല്ലാം ഞാൻ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കി, നമ്മൾ ഈ സി എന്ന് പറയുന്ന ലാംഗ്വേജ് എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്, ഈ പറയുന്ന തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പം സിസ്റ്റത്തിൽ കൊടുക്കുന്ന ലാംഗ്വേജ് ആണ് സി എന്ന് പറയുന്ന ലാംഗ്വേജ്. അപ്പൊ സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഈ ഒരു കോഡ് എഴുതി കൊടുക്കുക എന്ന് വെച്ചാൽ ത്രൂ കീബോർഡ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്താണ് ഈ പറയുന്ന സിമ്പിൾസ് നമ്മൾ എഴുതി കൊടുക്കുന്നത് അല്ലെ. അപ്പൊ കീബോർഡിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സിമ്പിൾസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത്, ഈ പറയുന്ന നമ്മുടെ സി ലാംഗ്വേജിന്റെ ആൽഫബറ്റ്സിൽ വരിക. ആൽഫബറ്റ്സ് മീൻസ് നമ്മുടെ എന്താണ് ഗ്രൂപ്പ് ഓഫ് എന്താണ് സിമ്പിൾസിൽ വരുന്നത്. ഓക്കെ, അപ്പം ഓർക്ക് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ആൽഫബറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ പറയുന്ന പേര് ക്യാരക്ടർ സെറ്റ് ആണ്. ക്യാരക്ടർ സെറ്റ്. ഇനി അപ്പം ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് സിമ്പിളുകളാണ്. സിമ്പിളുകളാണ് ഈ ക്യാരക്ടർ സെറ്റിനകത്ത് വരുന്നത്. എല്ലാ ടൈപ്പ് സിമ്പിൾസ് നമുക്ക് വരും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ക്യാരക്ടർ സെറ്റിനകത്ത് അല്ലെങ്കിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ചേർന്നുണ്ടാവുന്ന വേർഡ്സുകളെ ഇവിടെ പറയുന്ന പേര് ടോക്കൺസ് എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, കൂടുതലും വേർഡ്സ് അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ളതിനെ നമ്മൾ പറയുന്നവരാണ് വേർഡ്സ് എന്ന് പറയും. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, എന്നുവെച്ചാൽ ആൽഫബറ്റ്സ് മാത്രം നിന്നായ ഒരു മീനിങ് ഇല്ല. അതേസമയത്ത് വേർഡ് ആകുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും, അതിന് മീനിങ് വരും. അതേ കണക്ക് തന്നെ ഇവിടെ എന്താണ്, ഇവിടെ ആൽഫബറ്റ്സിനെ നമ്മൾ പറയുന്ന ഒരു ക്യാരക്ടർ സെറ്റ് എന്നും വേർഡ്സിന് പകരം യൂസ് ചെയ്യുന്ന പേര് ടോക്കൺസ് എന്നും. ഇനി ടോക്കൺസ് അല്ലെങ്കിൽ വേർഡ്സുകൾ കമ്പൈൻ ചെയ്തുണ്ടാകുന്നതിന് നമ്മൾ പറയുന്ന പേരിവിടെ സ്റ്റേറ്റ്മെന്റുകൾ എന്നായിരിക്കും പറയുന്നത്, സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് കമ്പൈൻ ചെയ്തുണ്ടാകുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രോഗ്രാമുകൾ. ഇതാണ് ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, എന്താണ് ഒരു സിമിലാരിറ്റി കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജും സി ലാംഗ്വേജായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസിന്റെ എല്ലാവരുടെ കളക്ഷനെ നമ്മൾ എന്ന് പറയുന്നത് അവിടുത്തെ ആൽഫബറ്റ്സ് എന്ന് പറയും. ഇവിടെ അതിനെ പറയുന്ന പേര് ക്യാരക്ടർ സെറ്റ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ആൽഫബറ്റ്സ് കമ്പൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ സിമ്പിൾസ് കമ്പൈൻ ചെയ്യുന്നുണ്ടാകുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് വേർഡ്സ് ആണെങ്കിൽ ഇവിടെ അതിന് പറയുന്ന പേര് എന്താണ്, ടോക്കൺസ്. അപ്പൊ ടോക്കൺ ആകുമ്പോൾ അതിനെന്ത് വരാൻ തുടങ്ങും, മീനിങ് വരാൻ തുടങ്ങും. ഇനി വേർഡ്സുകൾ കമ്പൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യും.
അതിന് കറസ്പോണ്ടിങ് ഇവിടെ പറയുന്ന പേര് എന്താണ്? സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതി കൊടുക്കുന്ന എന്താണ് എന്താണ് വേർഡുകളുടെ അല്ലെങ്കിൽ ടോക്കൺസിന്റെ കളക്ഷനാണ് നമ്മൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പറയും. ഇനി അടുത്തത് സെന്റൻസുകൾ ചേർന്ന് എന്താണ്ടാകാൻ തുടങ്ങും? പാരഗ്രാഫ് ഉണ്ടാവും. അതിന് പകരം ഇവിടെ നമ്മൾ പറയുന്ന പേര് എന്താണ്? കുറെ സ്റ്റേറ്റ്മെന്റുകൾ ചേരുമ്പോഴാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു പ്രോഗ്രാം ഡെവലപ്പ് ആവുക. ഓക്കെ, അപ്പം അതിനകത്ത് നമ്മൾ ആദ്യത്തെ ഏതാണ്? നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് നമ്മുടെ ക്യാരക്ടർ സെറ്റ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ക്യാരക്ടർ സെറ്റ് ഏത് ലാംഗ്വേജിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിൾസിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. പിന്നീട് നമ്മൾ ടോക്കൺസിലേക്ക് പോകും, സ്റ്റേറ്റ്മെന്റ്സ്, പ്രോഗ്രാം, ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാരക്ടർ സെറ്റ് നോക്കാം. ക്യാരക്ടർ സെറ്റ് ഞാൻ പറഞ്ഞു എന്തായിരുന്നു? നമ്മുടെ സി ലാംഗ്വേജിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസിന്റെ കളക്ഷൻ അല്ലെ? സിമ്പിൾസിന്റെ കളക്ഷനെ പറയുന്ന പേരാണെന്ന് പറയുന്നത് ക്യാരക്ടർ സെറ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ കീബോർഡ് വഴിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ലാംഗ്വേജ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കീബോർഡിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് അല്ലേ നമുക്ക് ഇവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റൂ? കീബോർഡിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസിനെ ഞാൻ 4 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് ആണ് അല്ലെ? നമ്മുടെ കീബോർഡിൽ ലെറ്റേഴ്സ് ഉണ്ടല്ലോ. ഏതൊക്കെയുണ്ട്? സ്മോൾ ലെറ്റർ എ ടു സെഡ് വരെയും ക്യാപിറ്റൽ ലെറ്റർ എ ടു സെഡ് വരെ എനിക്ക് എന്താണ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്ത നമ്മുടെ കീബോർഡിലുള്ള എന്താണ്? ഡിജിറ്റ്സുകൾ നോക്കുക അല്ലെ? 0 മുതൽ എവിടെ വരെ? 9 വരെ. ഇനി അത് കൂടാതെ ഈ ലെറ്ററുകളും ഡിജിറ്റുകളും കൂടാതെ നമുക്ക് പിന്നുള്ള കുറച്ച് സിമ്പിൾസുകളുണ്ട് അല്ലെ? സിമ്പിൾസ് ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മളിപ്പോൾ മെയിൽ ഐ ഡിക്കകത്ത് @ എന്ന് വരാറുണ്ട് അല്ലെ? നമുക്കൊരു സിമ്പിളാണ്. പ്ലസ് വരാറുണ്ട്, മൈനസ് വരാറുണ്ട്, ഡോട്ട് വരാറുണ്ട്, കോമ വരാറുണ്ട് അല്ലെ? സെമി കോളൻ വരാറുണ്ട്, കോളൻ വരാറുണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് വരാറുണ്ട് അല്ലെ? ബ്രാക്കറ്റുകൾ വരാറുണ്ട്. അങ്ങനെയുള്ള സിമ്പിൾസിനെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറയും. സ്പെഷ്യൽ സിമ്പിൾസ് എന്നായിരിക്കും പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലസ്, മൈനസ് അല്ലെ, സ്റ്റാർ, സ്ലാഷ്, @ ഹാഷ്, ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ മാർക്ക്, ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ക്ലോസിംഗ് ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ്, ഇതെല്ലാം അതിനകത്ത് വരുന്നത്. അതുകൊണ്ട് എന്നോട് എക്സെട്ര ഇട്ടു. അതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പം നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് ലെറ്റേഴ്സിന് ഒരു കാറ്റഗറി ആയിട്ട് എടുത്തു. അതിൽ സ്മോൾ ലെറ്ററും വരാം, ക്യാപിറ്റൽ ലെറ്ററും വരാം. പിന്നീട് നമ്മൾ അടുത്തടുത്ത് എന്തായിരുന്നു? ഡിജിറ്റ്സുകൾ 0 to 9 വരെയുള്ള ഡിജിറ്റ്സുകൾ നമുക്ക് കീബോർഡിൽ അവൈലബിൾ ആണ്. അതെല്ലാം നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് പറഞ്ഞ സ്പെഷ്യൽ സിമ്പിൾസ് ആണ് പറയുന്നത്. അതിനകത്ത് പ്ലസ്, മൈനസ്, @ അങ്ങനെ കുറെ കാറ്റഗറി ബ്രാക്കറ്റുകളെല്ലാം സ്പെഷ്യൽ സിമ്പിൾസിൽ വരുന്നതാണ്. ഇനി ഇത് കൂടാതെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇത് കൂടാതെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഹലോ, ഹൗ ആർ യു എന്ന് കൊടുത്തു അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമ്മൾ എന്ത് വരുന്നുണ്ട്? ഇടയ്ക്ക് സ്പേസുകൾ വരുന്നില്ലേ? അങ്ങനെ സ്പേസുകൾ ഇപ്പൊ എവിടെയെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ, ഇപ്പൊ യുവിനകത്ത് ഇത് തെറ്റിപ്പോയി, നമ്മൾ എന്ത് ചെയ്യും? പുറകോട്ട് വരും അല്ലെ? അപ്പൊ അവിടെ നമ്മൾ എന്ത് കീബോർഡിനകത്ത് ഏത് കീ ആണ് യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന കണക്ക് തന്നെ ബാക്ക് സ്പേസ് ആണ് യൂസ് ചെയ്തത് അല്ലെ? ഇനി അതേക്ക് തന്നെ ഒരു ലൈൻ കംപ്ലീറ്റ് ആയാൽ എൻ്റർ കൊടുക്കും നമ്മൾ അല്ലെ? അപ്പൊ അടുത്ത ലൈനിലേക്ക് വരും. അപ്പൊ അവിടെ നമ്മൾ എന്താണ്? എൻ്റർ കീ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനെല്ലാം കൂടെ അങ്ങനെയുള്ള സ്പേസുകൾ, അങ്ങനെയുള്ള എന്താണ് ബ്ലാങ്ക് സ്പേസ്, ബാക്ക് സ്പേസ്, അതിനെല്ലാം കൂടെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? വൈറ്റ് സ്പേസസ് എന്ന് പറയും. വൈറ്റ് സ്പേസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനകത്താണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്പേസുകളും ടാബുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഏതൊക്കെ നോർമലി വരാറ്? ബ്ലാങ്ക് സ്പേസ് വരാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് സ്പേസ് ഇടുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് എന്ത് വരാറുണ്ട്? ബാക്ക് സ്പേസ് വരാറുണ്ട്. ഓക്കെ, എക്സെട്ര, എൻ്റർ വരാറുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? വൈറ്റ് സ്പേസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താണ് നമ്മുടെ കീബോർഡിലുള്ള എന്താണ് സിമ്പിൾസിനെ എല്ലാം 4 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ലെറ്റർ, സെക്കൻഡ് വൺ ഡിജിറ്റ്, തേർഡ് വൺ സ്പെഷ്യൽ സിമ്പിൾ, ഫോർത്ത് വൺ എന്താണ്? വൈറ്റ് സ്പേസ്. ഇനി അടുത്ത നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു സിമ്പിളിനെ പറയുന്ന പേര് നമ്മൾ സിമ്പിൾ എന്നല്ല പറയുന്നത്. പകരം നമ്മൾ യൂസ് ചെയ്യേണ്ട വേർഡ് ഇതാണ്, ക്യാരക്ടർ എന്ന് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇവിടെ എല്ലാം ക്യാരക്ടേഴ്സ് ആണ്. എന്താണ് യൂസ് ചെയ്യേണ്ടത്? ക്യാരക്ടർ. അപ്പൊ ഇവിടെ നമ്മൾ സിമ്പിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യേണ്ട, പകരം എന്ത് യൂസ് ചെയ്യാം? ക്യാരക്ടർ എന്നുള്ള വേർഡ് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? ഒരു ക്യാരക്ടറിന്റെ ഗ്രൂപ്പ് അല്ലേ ഇത് മൊത്തത്തിൽ? ക്യാരക്ടറിന്റെ ഇത് അല്ലെ ഗ്രൂപ്പാണ് അല്ലെ? ഒരുപാടെണ്ണം ഇല്ല. അപ്പൊ നമ്മളതിന് ഗ്രൂപ്പ് എന്നല്ലേ പറയാം. അപ്പൊ നമുക്ക് എന്താണ്? ക്യാരക്ടറുകളുടെ ഗ്രൂപ്പ് എന്ന് പറയാം. ഇനി ഗ്രൂപ്പ് എന്നുള്ളതിന് നമ്മൾ മാത്സിൽ പറയുന്ന പേരെന്താണ്? സെറ്റ് എന്നല്ലേ പറയാം. അങ്ങനെയാണ് ഏത് വേർഡ് വന്നിരിക്കുന്നത്? ക്യാരക്ടർ സെറ്റ് എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത്. അപ്പം സിയിൽ ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? സിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസിന്റെ എല്ലാം കൂടെ കളക്ഷനെ പറയുന്ന പേരാണെന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടർ സെറ്റ് എന്ന് പറയും. അതിന് നമ്മൾ 4 കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ലെറ്റർ, ഡിജിറ്റ്, സ്പെഷ്യൽ സിമ്പിൾ, വൈറ്റ് സ്പേസസ്. ലെറ്ററിൽ നമുക്ക് എ മുതൽ ഇസെറ്റ് വരെ ഓക്കെ, സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ഡിജിറ്റ്സിനകത്ത് 0 to 9 ആണ് നമുക്ക് അവൈലബിൾ. ദെൻ സ്പെഷ്യൽ സിമ്പിളിനകത്ത് ഒരുപാട് സിമ്പിൾസ് നമുക്ക് അവൈലബിൾ ആണ്. കീബോർഡിലുള്ള എല്ലാ സിമ്പിൾസും, ഫങ്ഷണൽ കീ അല്ല, ബാക്കിയെല്ലാം. പിന്നീട് അടുത്ത ലാസ്റ്റ് വൺ എന്തായിരുന്നു? നമുക്ക് വരുന്നത് വൈറ്റ് സ്പേസസ് ആണ് വരുന്നത്. അതിനകത്ത് ബ്ലാങ്ക് സ്പേസ്, ബാക്ക് സ്പേസ് അങ്ങനെയുള്ള എന്ത് വരുന്നുണ്ട്? ഈ പറയുന്ന തന്നെ
സ്പേസുകളെല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ആ ക്യാരക്ടർ സെറ്റ് എന്നുള്ള വേർഡ് വരാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള നമ്മൾ ഈ പറഞ്ഞ 4 കാറ്റഗറിയിലെ ഓരോ സിമ്പിളിനും നമ്മൾ പറയേണ്ട പേരെന്താണ്? ക്യാരക്ടർ എന്നാണ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ക്യാരക്ടറിന്റെ ഗ്രൂപ്പാണ് അല്ലെ? ഗ്രൂപ്പിനെ നമ്മൾ മാത്സിൽ എന്തെന്ന് പറയും? സെറ്റ് എന്ന് പറയും. അങ്ങനെയാണ് ഏത് വേർഡ് വന്നിരിക്കുന്നത്? നമുക്കിവിടെ ക്യാരക്ടർ സെറ്റ് എന്നുള്ള വേർഡ് വരാനുള്ള റീസൺ. ഓക്കെ ആണോ? ഇനി ക്യാരക്ടർ സെറ്റ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ക്യാരക്ടർ സെറ്റ് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇനി അതിന്റെ നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട്സിനകത്ത് ഇതായിരിക്കും കാണുന്നത്. നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പൊ ഇനി ആരെങ്കിലും ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ക്യാരക്ടർ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾസ് ആണ്. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ വെറൈറ്റി ഓഫ് കോണ്ടെക്സ്റ്റ് ബൈ ദ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിൻ്റെയും കളക്ഷൻ. അതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? പെർമിറ്റബിൾ ആയിട്ടുള്ളത്. അതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ക്യാരക്ടർ സെറ്റ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ആൽഫബറ്റ്സ്, അതിന്റെ മറ്റൊരു രീതിയിലുള്ള പേരാണ് ഞാൻ എന്ത് പറഞ്ഞിരിക്കുന്നത്? ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ലോവർ കേസും അപ്പർ കേസും വരാം. ഓക്കെ. ഇനി അതിനകത്ത് നമുക്ക് ഓരോ ലെറ്ററിനും കറസ്പോണ്ടിങ്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോ ലെറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നമ്പർ ഉണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമുക്കെല്ലാം കണ്ടന്റ് ബൈനറി ഫോർമാറ്റിൽ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ബൈനറി ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 അല്ലെങ്കിൽ 1. ഈ ഫോർമാറ്റിനാണ് നമ്മൾ എന്തെന്ന് പറയാം? ബൈനറി ഫോർമാറ്റ് എന്ന് നമ്മൾ പറയാം. അപ്പം ഈ ബൈനറി ഫോർമാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താണ്? നമ്പർ ഫോർമാറ്റ് ആണ്. അപ്പം നമ്മൾ ഈ പറയുന്ന ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ക്യാപിറ്റൽ എന്ന് കീബോർഡ് എൻ്റർ ചെയ്തു. ഓക്കെ. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും? ബൈനറി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ക്യാരക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഇപ്പം എന്തോ ആയിക്കോട്ടെ, ക്യാരക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്കൊരു നമ്പർ ഉണ്ട്. അപ്പം ആൽഫബറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നമ്പർ ഉണ്ട്. ആ നമ്പറിനെ നമ്മൾ പറയുന്നവരാണ് ആസ്കി നമ്പർ എന്ന് പറയും. ആസ്കി നമ്പർ എന്നായിരിക്കും പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എയുടെ ആണെങ്കിൽ ആസ്കി നമ്പർ 65 ആണ്, 65. ഓക്കെ. അപ്പം ആസ്കിയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നാണ്. ഓക്കെ. ഓർത്ത് വെച്ചേക്കുക, ആസ്കിയുടെ ഫുൾ ഫോം ഇതാണ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നാണ്. ഓക്കെ. അപ്പം നമ്മൾ കൊടുക്കുന്ന എന്ന് നിങ്ങൾ കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി സ്റ്റോർ ആവുന്ന എന്താണ്? ഈ പറയുന്നതൊക്കെ തന്നെ 65 എന്ന് പറയുന്ന ആസ്കി കോഡാണ് ഇതിന് കറസ്പോണ്ടിങ് ഉള്ളത്. ഈ 65നെ എന്തായിട്ട് മാറ്റും? ബൈനറിയിലാക്കി മാറ്റും. 65നെ എന്തിലാക്കി മാറ്റും? ബൈനറി ആക്കി മാറ്റി. ആ ബൈനറി ആയിരിക്കും എവിടെ സ്റ്റോർ ചെയ്യുന്നത്? മെമ്മറിയിൽ സ്റ്റോർ ആകും. ക്ലിയർ ആണോ? നമ്മൾ ക്യാപിറ്റൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നതിന് നമുക്ക് ബൈനറി ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ബൈനറി ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഓരോ ക്യാരക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടും എന്തുണ്ട്? ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ആസ്കി നമ്പർ എന്ന് പറയും. ഓക്കെ. അപ്പം ആ ആസ്കി നമ്പറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ആണ് എവിടെ സ്റ്റോർ ആകുന്നത്? നമ്മുടെ സിസ്റ്റത്തിൽ മെമ്മറിയിൽ സ്റ്റോർ ആവുക. അപ്പം അവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്കിയുടെ വാല്യൂസ് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ അല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ക്യാപിറ്റൽ എ മുതൽ ഇസഡ് വരെ ഉള്ളതിന്റെ കോഡിങ്ങിനാണ് 65 മുതൽ 90 വരെ. കാര്യം മൊത്തം 26 പേരല്ലേ ഉള്ളത്. ഇനി സ്മോൾ ലെറ്റർ എ ടു സെഡിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 97 മുതൽ 122 വരെ. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 65 90 ക്യാപിറ്റലിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ സ്മോൾ 65 90 97 122 അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഡിജിറ്റ്സ്. നമുക്ക് 10 എണ്ണമാണ് ഡിജിറ്റ്സ് അവൈലബിൾ ഉള്ളത് നമ്മുടെ കീബോർഡിൽ. ഓക്കെ. അതാണ് 0 മുതൽ 9 വരെ. ഇനി നമ്മൾ അടുത്ത പറഞ്ഞ എന്തായിരുന്നു? സ്പെഷ്യൽ സിമ്പിൾസ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ സിമ്പിളിനകത്ത് നമുക്ക് വരുന്നത് കുറെ സിമ്പിൾസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം പ്ലസ് മൈനസ് അറ്റ് അങ്ങനെയുള്ള എല്ലാ സിമ്പിൾസും എന്താണ്? സ്പെഷ്യൽ സിമ്പിളിലാണ് വരുന്നത്. പിന്നീട് നമുക്ക് എന്താണ് ഇപ്പൊ ഇങ്ങനെ വൈറ്റ് സ്പേസസ് എന്ന് പറയുന്നത്, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പേസ് കൊടുക്കുക, നമ്മൾ എന്താണ് എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ തിരിച്ചു വരും, ബാക്ക് സ്പേസ് അങ്ങനെയുള്ളത്, ദെൻ എൻ്റർ കൊടുക്കുമ്പോൾ ന്യൂ ലൈൻ. ഓക്കെ. അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർത്തിട്ട് വരുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? വൈറ്റ് സ്പേസ്. അപ്പൊ ഈ 4 കാറ്റഗറി ചേരുന്നതാണ് നമ്മുടെ ക്യാരക്ടർ സെറ്റ്. അപ്പൊ ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസിന്റെ എല്ലാം കളക്ഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുക? ക്യാരക്ടർ സെറ്റ്. അതിനെ 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുക.
ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, നമ്മൾ ഈ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇത്രയും 3 ലാംഗ്വേജ് പഠിച്ച ആൾക്കാരാണ് അല്ലെ. അപ്പം ഈ ലാംഗ്വേജിനകത്ത് നിങ്ങൾ സിമ്പിൾസുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാം കൂടെ ചേർത്തിട്ട് അതിനാണ് നമ്മൾ അതിന്റെ ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ഒരു ക്ലാസ് മൊത്തത്തിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ് മീൻസ് എന്താണ്, ഇപ്പം നിങ്ങൾ LKG UKG 5 4 ഒക്കെ ആയിരിക്കും പഠിച്ചിരിക്കുന്നത്. അപ്പൊ എന്തുമാത്രം സമയം അത് പഠിക്കാനായിട്ട് എടുത്തു. പക്ഷെ ഇത് പഠിക്കാൻ നമുക്ക് അത്രമാത്രം സമയം വേണ്ടി വരുന്നില്ല. അതിന്റെ റീസൺ ഇതാണ്, നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് ക്യാരക്ടർ സെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞതിനകത്ത് ക്യാരക്ടർ സെറ്റ് കഴിഞ്ഞ് ഇനി അടുത്തത് നമുക്ക് ടോക്കൺസ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിൾസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇത്രയും സിമ്പിൾസ് 4 കാറ്റഗറിയിലായിട്ട് ഒരുപാട് സിമ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ഈ സിമ്പിളുകൾ ചേർന്നുണ്ടാവുന്ന മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡുകളെ പറയുന്ന പേരാണ് ടോക്കൺസ്. അപ്പം അടുത്ത ടോക്കൺസ് എന്തായിരുന്നു? ടോക്കൺസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, മീനിങ് ഫുൾ റെപ്രസെന്റേഷൻ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷിലെ വേർഡ്സിന് കറസ്പോണ്ടിങ് ആണ് ഇവിടെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ടോക്കൺസ് എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ടോക്കൺ ആകുമ്പോൾ അതിനൊരു മീനിങ് കാണും. ടോക്കൺ ആകുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ മീനിങ് കാണും. ഓക്കെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ സി പ്രോഗ്രാമിംഗ് ടോക്കൺസ് ആർ ദ സ്മോളസ്റ്റ് യൂണിറ്റ്സ് ഇൻ എ പ്രോഗ്രാം ദാറ്റ് ഹാവ് മീനിങ് ഫുൾ റെപ്രസെന്റേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് പറയത്തില്ല, വേർഡ് വരുമ്പോഴല്ലേ ഇവിടെ മീനിങ് വരിക. അതുപോലെ തന്നെയാണ് ഇവിടെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്നത് തന്നെ ടോക്കൺ എന്ന് പറയും. ഓക്കെ. അപ്പൊ ടോക്കൺ എന്നുള്ള വേർഡ് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ടോക്കണിന് ഞാനൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണ്, ഇങ്ങനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ നിൽക്കുക. സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് എ പ്രോഗ്രാം. നമ്മളൊരു പ്രോഗ്രാം എഴുതാൻ നിൽക്കാം. അപ്പൊ അതിനകത്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പാർട്ടിനെ പറയുന്ന പേരാണ് എന്ന് പറയാ ടോക്കൺ എന്ന് പറയും. ഇനി നമുക്കൊരു 5 ടൈപ്പ് ടോക്കൺ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതേതൊക്കെ, അത് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ടോക്കൺ ഏതൊക്കെയാണെന്ന് ചോദിക്കാറില്ല. ഏതെങ്കിലും ഒരു ടോക്കണിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരാറ്. അപ്പൊ അതിനകത്ത് ടോക്കൺസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പങ്ക്ച്വേറ്റേഴ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യൽ സിമ്പിൾസ് എന്നൊക്കെ പറയാറുണ്ട്. ദെൻ കീവേഡ്സ് വരാറുണ്ട്, ഐഡന്റിഫയർ വരാറുണ്ട്, കോൺസ്റ്റൻസ് വരാറുണ്ട്, ഓപ്പറേറ്റേഴ്സ് വരാറുണ്ട്. ഓക്കെ. അപ്പൊ ഇവർക്കൊക്കെ പർട്ടിക്കുലർ മീനിങ് ഉള്ള ആൾക്കാർ തന്നെയാണ് ഈ പറയുന്ന 5 കാറ്റഗറിയിലും പെടുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ എന്താണ് സി ലാംഗ്വേജിലെ മീനിങ് ഫുൾ ആയിട്ടുള്ള സ്മോളസ്റ്റ് കണ്ടന്റിനെ പറയുന്ന പേരാണ് ടോക്കൺ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ 5 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ. അതിനകത്ത് ആദ്യം ഉള്ള ആൾക്കാരാണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. പങ്ക്ച്വേറ്റേഴ്സ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരെന്താണ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇവരെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു സെപ്പറേറ്റ് മീനിങ് ഇവിടെ എന്താണ് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇവരെ യൂസ് ചെയ്യുന്നിടത്ത് ഇവർക്ക് ഒരു സെപ്പറേറ്റ് മീനിങ് അസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളതുകൊണ്ടാണ് ഇവരെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അതിന് എക്സാമ്പിൾസ് ഇതൊക്കെയാണ് ബ്രാക്കറ്റ്സ്, പാരാന്തസിസ്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അതിന് മീനിങ് എന്ന് പറയാം. ഇങ്ങനെ മാത്രം നിന്നിട്ട് കാര്യമില്ല, ഇതും കൂടെ ചേരുമ്പോഴാണ് അതിന് പർട്ടിക്കുലർ മീനിങ് വരുന്നത്. കാര്യം ഇത് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അറയിലൊക്കെയാണ്. ദെൻ അടുത്ത പാരാന്തസിസ്, ഇതിന്റെ പേരുകൾ ഓർത്ത് വെച്ചേക്കുക. അടുത്ത ബ്രേസസ്, അടുത്ത എന്താണ് കോമ, കോളൻ, സെമി കോളൻ, ആസ്റ്ററിസ്ക്, പ്രീ പ്രോസസർ, ഡോട്ട്, ടിൽഡ്. ഓക്കെ. ഇതിന്റെ പേരുകൾ മാത്രം നിങ്ങൾ ഓർത്താൽ മതി. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ മീനിങ് എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ ഇവർക്കൊക്കെ സെപ്പറേറ്റ് മീനിങ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ സ്റ്റാർ എന്നല്ല ഇവിടെ പറയേണ്ടത്, ആസ്റ്ററിസ്ക് എന്ന് പറഞ്ഞ വേർഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഏതാണ് സ്റ്റാർ എന്ന് പറയുന്നത്. നമ്മൾ ഇൻഡു എന്നൊക്കെ പറയും, അങ്ങനെയല്ല. ഇതിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്റ്ററിസ്ക് എന്നാണ് ഈ പേര് യൂസ് ചെയ്യുന്നത്. കാര്യം ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അവിടെ എന്താണ് ആസ്റ്ററിസ്ക് എന്നുള്ള വേർഡൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ പേരുകൾ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ. അപ്പം ഫസ്റ്റ് കാറ്റഗറിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് പങ്ക്ച്വേറ്റേഴ്സ്, അല്ലെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടർ. ഇവർക്ക് സെപ്പറേറ്റ് ഒരു സ്പെഷ്യൽ മീനിങ് ഉള്ളത് കൊണ്ടാണ് ഇവരെ നമ്മൾ എന്തെന്ന് പറയുക, ഈ പറയുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് രണ്ടാമത്തതിലേക്ക് പോകാം. ഓക്കെ. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഏത് ലാംഗ്വേജ് എടുത്താലും, ഇംഗ്ലീഷ് ആണെങ്കിൽ എല്ലാ ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞു അതിനകത്ത് കുറച്ച് വേർഡ്സ് ഉണ്ടാവും. ഓക്കെ. കുറച്ച് വേർഡ്സ് അവിടെ ഉണ്ടാവും. ആ വേർഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വേർഡ്സിന്റെ പ്രത്യേകത വെച്ചാൽ അവർക്ക് കുറച്ച് പ്രത്യേകതകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഡിഫൈൻഡ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ പ്രീ ഡിഫൈൻഡ് എന്നാണ് പറയുക. ഓൾറെഡി ഡിഫൈൻഡ് ആയിരിക്കും, അതിന് നമ്മൾ എന്തെന്ന് പറയാം, പ്രീ ഡിഫൈൻഡ് എന്ന് പറയാം. ഇനി അവർക്കൊരു സ്പെഷ്യൽ പർപ്പസ് കാണും. സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അവരെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തത്, ഈ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ആൾക്കാർ, അവരെ നമ്മൾ പറയുന്നത് യൂസേഴ്സ് എന്ന് പറയും. യൂസേഴ്സ്. ഓക്കെ. യൂസേഴ്സ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിന്റെ മീനിങ് മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ. യൂസേഴ്സ് കനോ ചേഞ്ച് ഇറ്റ്സ്, അതായത് ഓൾറെഡി റിസർവ്ഡ് ആണ്, ചേഞ്ച് ഇറ്റ്സ് മീനിങ്. ഇങ്ങനെയുള്ള വേർഡ്സ് എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ ഇപ്പൊ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നും, അറ്റ്, അല്ലെ, എന്താ, ഇങ്ങനെയുള്ള വേർഡുകളില്ലേ. ഇങ്ങനെയുള്ള വേർഡുകളുടെ പ്രത്യേകതയാണ് ഇവർ ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡുകളാണ്. ഇവരെ യൂസ് ചെയ്യുന്നിടത്ത് ഇവരെ തന്നെ യൂസ് ചെയ്യണം. നമുക്കായിട്ട് അവരുടെ മീനിങ്ങുകൾ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല.
ഓക്കെ, അങ്ങനെയുള്ള വേർഡുകൾ ഇംഗ്ലീഷിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിയിലും കുറച്ച് വേർഡുകൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് വേർഡുകളുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള വേർഡുകളെ നമ്മൾ പറയുന്നവരാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ കീ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നോർമലി ലോക്ക് ഓപ്പൺ ഒരു പർട്ടിക്കുലർ ലോക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു കീ അല്ലേ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചില വേർഡുകളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ വേർഡുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വേർഡ്സിനെ പറയുന്ന പേരാണെന്ന് പറയുന്നത് കീവേഡ്സ്. അതിന് മറ്റൊരു പേരും ഉണ്ട്, അത് നമ്മൾ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അത് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. റിസർവ്ഡ് വേർഡ്സ് എന്നും പറയാറുണ്ട്. ഓൾറെഡി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ പ്രത്യേകത എന്താണ്? അവർ പ്രീ ഡിഫൈൻഡ് ആണ്, നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അവർക്ക് സ്പെഷ്യൽ പർപ്പസ് ആണ്. ഓക്കെ, ഇനി നമുക്കായിട്ട് ഇതിന്റെ മീനിങ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ ടോട്ടലി നമുക്ക് ഇതാ ഇത്രയും വേർഡ്സ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു ഓക്കെ, അങ്ങനെ 4 റോ ഉണ്ട്. ഒരു റോയിൽ നമുക്ക് 1 2 3 4 5 6 7 8 അല്ലെ, 8 വരുന്നുണ്ട്. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 4 ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ആയിരിക്കും? 32 കീവേഡ്സ് ആണ് നമുക്ക് സി വേർഡിൽ. ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സിയിലെ നമ്പർ ഓഫ് കീവേഡ്സിന്റെ എണ്ണം എത്രയാണെന്നുള്ളത്. എത്രയാണ്? 32 കീവേഡ്സ് ആണ് നമുക്ക് എവിടെ ഉള്ളത്? സി ലാംഗ്വേജിലുള്ളത്. ഓർത്ത് വെച്ചേക്കുക, 32 കീവേഡ്സ് ആണ് ഏത് ലാംഗ്വേജിൽ വരുന്നത്? സി ലാംഗ്വേജിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആ വേർഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓട്ടോ, ബ്രേക്ക്, കേസ്, ക്യാർ, കോൺസ്റ്റ്, കണ്ടിന്യൂ, ഡിഫാൾട്ട്, ഡു, ഡബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വേർഡുകൾ നമുക്കുണ്ട്. ഓക്കെ, ഇൻഡ്, ഒക്കെ ഇൻഡൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എവിടെയെങ്കിലും ഒക്കെ. ഫ്ലോട്ട്, ഇഫ്, അങ്ങനെയുള്ള വേർഡുകളെല്ലാം ഏതിൽ വരുന്നതാണ്? ഈ പറയുന്നത് തന്നെ കീവേഡ്സിൽ വരുന്നതാണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കീവേഡ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ ടോട്ടൽ എത്ര കീവേഡ്സ് നമുക്കിവിടെ അവൈലബിൾ ഉണ്ടെന്ന് നോക്കുക. ഓർത്ത് വെച്ചേക്കുക, നമ്പർ 32 കീവേഡ്സ് ആണ് നമുക്കിവിടെ അവൈലബിൾ. ഓക്കെ, അപ്പൊ കീവേഡ് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയ നിങ്ങൾക്ക്? കീവേഡ് എന്താണെന്നുള്ളത്, കീവേഡ് എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആണോ? ഇപ്പൊ ഏത് ലാംഗ്വേജിലാണെങ്കിലും കീവേഡ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ സി മാത്രമല്ല, മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും എല്ലാ ലാംഗ്വേജിലും അവർ ഓൾറെഡി കുറച്ച് വേർഡ്സ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മീനിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ട്. ഓക്കെ, അങ്ങനെയുള്ള വേർഡുകളാണ് നമ്മൾ എന്താ പറയുക? കീവേഡ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ അതിന്റെ ചില ലാംഗ്വേജിൽ അതിന് റിസർവ്ഡ് വേർഡ്സ് എന്നായിരിക്കും പറയാം. ഇവിടെ നമ്മൾ റിസർവ്ഡ് വേർഡ്സ് എന്ന് പറയാറുണ്ട്. റിസർവ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വേർഡ്സ് ആണ്, അത് മറ്റു ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ എത്ര കീവേഡ്സ് ഉണ്ട് എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിഫയേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേർഡ്സിനെ നമ്മൾ ആദ്യം ഏതായിട്ട് ക്ലാസ് ചെയ്തത് കീവേഡ്സ്. കീവേഡ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, കുറച്ചെണ്ണം അവരെന്ത് ചെയ്തിട്ടുണ്ട്? റിസർവ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. Okay. ഇനി നമ്മൾ ഈ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അവരെ നമ്മൾ പറയുന്നവരാണ് യൂസേഴ്സ് എന്ന് പറയും. യൂസേഴ്സ്. നമുക്ക് പേര് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 2 നമ്പറുകളെ തമ്മിൽ ആഡ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു മെമ്മറി ലൊക്കേഷൻ എടുക്കും. അതിന് പേര് നമ്മൾ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം അറിയാമോ? ഓരോ ലൊക്കേഷനും ഒരു അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ 1000, അടുത്ത ലൊക്കേഷൻ നമ്മൾ 2000 ആണ് നമുക്ക്. ഈ നമ്പർ ഓർത്തിരിക്കുക എന്നുള്ള കാര്യം അത്ര എളുപ്പമല്ല. ഈ മെമ്മറി അഡ്രസ്സ് ഫിക്സഡ് ആണ്. ഓക്കെ, അപ്പം മെമ്മറി അഡ്രസ്സുകളായിരിക്കും ഓരോ മെമ്മറി ലൊക്കേഷനും കാണുന്നത്. നമ്മുടെ സിസ്റ്റത്തിനകത്ത് മെമ്മറി ഉണ്ടല്ലോ. ഇപ്പോൾ റാമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റാമിനകത്ത് ഓരോ ലൊക്കേഷനായിരിക്കും നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ ലൊക്കേഷനും എന്തുണ്ട്? നമുക്ക് എന്താണ്? അഡ്രസ്സുകളുണ്ട്. ഇതിനാണ് നമ്മൾ അഡ്രസ് തന്നത്. ഇതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അഡ്രസ്സുകൾ ഓർത്തിരിക്കുന്നത് എളുപ്പമല്ല. കാര്യം നമുക്കറിയാലോ, നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ പേരുകൾ അറിയാം, പക്ഷെ എല്ലാവരുടെയൊക്കെ ഫോൺ നമ്പർ നമുക്ക് കാണാതെ അറിയാമോ? ഇല്ല. കാര്യം എന്താണ്? മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവേടാണ് എന്തെന്ന് പറയുക? ഈ പറയുന്നത് തന്നെ നമ്പർ ഓർത്തിരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ജനിക്കുമ്പോഴേ നമുക്ക് പേരിട്ട് തരുന്നത്. അല്ലെങ്കിലുള്ള സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യമായിട്ട് ജനിച്ച ആദാണെങ്കിൽ 1, നമ്പർ 1. അടുത്ത ആവുകയാണെങ്കിൽ നമ്പർ 2. അങ്ങനെ നമ്പറുകളാണ് വരുന്നത് അല്ലേ? അപ്പൊ ഇപ്പം തന്നെ നമുക്ക് നമ്പർ, അന്ന് മുതലേ നമ്പറുകളാണെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും? ഒരുപാട് കോടികൾ വരുന്ന നമ്പറുകളായിരിക്കും. ഓക്കെ, നമ്പർ അസൈൻ ചെയ്ത് പോയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവുകേടാണ് അത്, നമ്പർ ഓർത്തിരിക്കുക എന്നുള്ളത്. ഇപ്പൊ നിങ്ങളോട് തന്നെ ഒരു 3-4 പേരുടെ ഫോൺ നമ്പർ ചോദിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ കാണാതെ പറയുമായിരിക്കും. പക്ഷെ ഒരു 50 പേരുടെ ഫോൺ നമ്പർ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? പറയത്തില്ല. അതേസമയം നിങ്ങൾ 50 കൂട്ടുകാരുടെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. കാര്യം പേര് ഓർത്തിരിക്കാൻ മനുഷ്യന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ സിറ്റുവേഷൻസിൽ നമുക്ക് പേരുകൾ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു മെമ്മറി ലൊക്കേഷൻ എടുത്തിട്ട് അതിന് അഡ്രസ് ഉണ്ട് 1000, പക്ഷെ അത് ഓർത്തിരിക്കാനുള്ള വാല്യൂ കാരണം നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊരു പേര് ഞാൻ അസൈൻ ചെയ്തത് എ, അതുപോലെ തന്നെ ഇതിനൊരു പേര് ഞാൻ അസൈൻ ചെയ്തത് ബി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്നത് തന്നെ പേരുകൾ കൊടുക്കേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ കൊടുക്കുന്ന പേരുകളെ പറയുന്ന പേരാണ് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. ആരാണ്? യൂസേഴ്സ്. ഓക്കെ, ആ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കൊടുക്കുന്ന നെയിംസിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഐഡന്റിഫയർ എന്ന് പറയുന്നത്. അപ്പൊ പല സിറ്റുവേഷനിൽ നമ്മൾ പേര് കൊടുക്കേണ്ടി വരാറുണ്ട്.
അപ്പോൾ ഇവിടെ നമ്മൾ മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ വേരിയബിൾ എന്ന് പറയും. വേരിയബിളിന് നമ്മൾ പേര് വരാറുണ്ട്. ഇനി നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ പേര് കൊടുക്കേണ്ടി വരാറുണ്ട്. അറേസിന് പേര് കൊടുക്കേണ്ടി വരാറുണ്ട്. സ്ട്രക്ചർ അങ്ങനെ എല്ലാത്തിനും നമ്മൾ തിരിച്ചറിയാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പേര് കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ തിരിച്ചറിയുന്നതിന് ഇംഗ്ലീഷ് പറയുന്ന പേരാണ് എന്താ പറയുക, ഐഡന്റിഫൈ എന്ന് പറയും. ഐഡന്റിഫൈ എന്ന് അല്ലേ. അങ്ങനെ നമ്മൾ തിരിച്ചറിയും നമ്മൾ കൊടുക്കുന്ന പേരുകളെ പറയുന്ന പേരാണ് എന്താന്ന് പറയാ, ഐഡന്റിഫയേഴ്സ് എന്ന് പറയാം. ആരെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, വേരിയബിൾസ്, ഫംഗ്ഷൻസ്, അറേസ്, സ്ട്രക്ചർ, യൂണിയൻ പോയിന്റർ, ഇതിനെല്ലാം തിരിച്ചറിയാൻ നമ്മൾ കൊടുക്കുന്ന പേരുകളെ പറയുന്ന പേരാണ് എന്താന്ന് പറയാ, ഐഡന്റിഫയർ എന്ന്. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യുവാണേ. നമ്മൾ കൊടുക്കുന്ന പേരാണ് നമ്മൾ എന്തെന്ന് പറയാ, യൂസർ. യൂസർ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെ. അപ്പൊ നമ്മൾ അതിനെ പറയാണ് യൂസർ ഡിഫൈൻഡ് നെയിംസ്. യൂസർ ഡിഫൈൻഡ് നെയിംസ് ഓർ കോൾഡ് എന്താണ്, ഐഡന്റിഫയേഴ്സ്. അപ്പൊ ഓൾറെഡി റിസർവ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വേർഡ്സ് ആരായിരുന്നു, കീവേഡ്സ് ആയിരുന്നു. ഇനി നമ്മൾ കൊടുക്കുന്ന പേരുകളെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഐഡന്റിഫയർ. അപ്പൊ രണ്ട് പേരുകളുടെ കാറ്റഗറി നോക്കി, ഓൾറെഡി ഉള്ളത് കീവേഡ്സ് അല്ലെങ്കിൽ ഐഡന്റിഫയർ. നമുക്കത് തൊടാനുള്ള പെർമിഷൻ ഇല്ല, ഉപയോഗിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കും പേര് കൊടുക്കേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന പേരുകളാണ് എന്താന്ന് പറയുക, ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി വെറുതെ ഐഡന്റിഫയർ കൊടുക്കാൻ പറ്റില്ല, കുറച്ച് റൂൾസ് നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ. അപ്പൊ അടുത്ത പറയാനുള്ളത് ഐഡന്റിഫയർ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. റൂൾസ് ഒരു പേര് നിങ്ങൾ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഫസ്റ്റ് റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പേരിനകത്ത് എന്തായാലും ഈ പേരുകൾ നമ്മൾ നേരത്തെ പഠിച്ച ക്യാരക്ടർ സെറ്റ് എന്ന് വേണമല്ലോ കൊണ്ടുവരാൻ. അല്ല, ക്യാരക്ടർ സെറ്റ് യൂസ് ചെയ്ത കാര്യം അതിനകത്താണ് നമുക്ക് സിമ്പിൾസ് എല്ലാം ഉള്ളത്. അതിനകത്ത് സിമ്പിൾസ് ആണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു പേരിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസ് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ലെറ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. ഓക്കെ. അതേ കണക്ക് തന്നെ അടുത്തത് ഡിജിറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. ഇനി സ്പെഷ്യൽ സിമ്പിൾ അല്ലാത്ത ഒരേ ഒരു സിമ്പിളേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതേതാന്ന് വെച്ചാൽ അണ്ടർസ്കോർ ആണ്. വേറെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അണ്ടർസ്കോർ നിങ്ങൾക്ക് അറിയാമോ? ഇപ്പൊ നമ്മൾ കീബോർഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ കാണാറുണ്ട്, ഇതാ ഇങ്ങനെ കാണാറില്ലേ, ഇതാ ഈ കാണിക്കുന്നതിനെ നമ്മൾ പറയുന്നവരാണ് അണ്ടർസ്കോർ. മറ്റേ ഹൈഫൺ ആണ്. ഓക്കെ. അപ്പൊ ഈ അണ്ടർസ്കോർ എന്തിനു അവിടെ ഇൻക്ലൂഡ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒറ്റ റീസൺ ഇത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമുക്കൊരു പേര് കൊടുക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് വേർഡുകളെ കണക്ട് ചെയ്ത് പേര് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് കൊടുക്കണം മാർക്ക് മാത്സ് എന്ന് കൊടുക്കണം. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് നെയിം എന്ന് കൊടുക്കണം. ഫസ്റ്റ് നെയിം ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെ സ്പേസ് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഇല്ല. അത് കാരണം ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ അണ്ടർസ്കോർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് അണ്ടർസ്കോറിനെ മാത്രം ഒരേ ഒരു സിമ്പലേ നിങ്ങൾക്ക് അലൗഡ് ഉള്ളൂ. അതേത് സിമ്പലാണ്, അണ്ടർസ്കോർ ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അണ്ടർസ്കോർ. ഓക്കെ. ഇനി അടുത്തത് രണ്ടാമത്തെ, ഫസ്റ്റ് റൂൾ ഞാൻ പറഞ്ഞേ, നിങ്ങൾക്ക് ക്യാരക്ടർ സെറ്റിനകത്ത് ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ, ലെറ്റർ, ഡിജിറ്റ്, അണ്ടർസ്കോർ. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും എന്ത് വരാൻ പാടില്ല, യു നോട്ട് ഇൻക്ലൂഡ് വൈറ്റ് സ്പേസസ്. മീൻസ് സ്പേസുകളൊന്നും ഇടയ്ക്ക് വരാൻ പാടില്ല. ഇമ്പോർട്ടന്റ് റൂളാണ്. ഫസ്റ്റ് റൂൾ നമ്മൾ പറഞ്ഞു ലെറ്റർ, ഡിജിറ്റ്, അണ്ടർസ്കോർ എന്ന് പറയുന്ന ഒരു സിമ്പിൾ നിങ്ങൾക്ക് അലൗഡ് ആണ്. ഇനി രണ്ടാമത്തെ റൂൾ പറയുന്നത് എന്താണ്, ഒരു കാരണവശാലും പേരിനകത്ത് എന്ത് വരരുത്, വൈറ്റ് സ്പേസിൽ നിന്ന് ഒന്നും വരാൻ പാടില്ല. ഇനി മൂന്നാമത്തെ റൂൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ട് വിത്ത് ലെറ്റർ. ഒരു ലെറ്ററിലോ അല്ല എന്നുണ്ടെങ്കിൽ അണ്ടർസ്കോറിലോ സ്റ്റാർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണ്, അത് എററാണ്. ഓക്കെ. അപ്പം മൂന്നാമത്തെ റൂൾ എന്താ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ലെറ്ററും ഡിജിറ്റും അണ്ടർസ്കോറും ഉപയോഗിക്കാമെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ വേർഡിന്റെ ആ പേര് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒന്നുകിൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആരിൽ സ്റ്റാർട്ട് ചെയ്യുക, അണ്ടർസ്കോറിൽ വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ. ഇനി നാലാമത്തെ റൂൾ പറയുന്നത് വെച്ചാൽ, ഓക്കെ, ഐഡന്റിഫയേഴ്സ് ആണ് കേസ് സെൻസിറ്റീവ്. കേസ് സെൻസിറ്റീവ് അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് രണ്ട് കേസുകൾ അവിടെ ഉള്ളത്. സ്മോൾ ലെറ്ററിനെ നമ്മൾ പറയുന്ന പേര് ലോവർ കേസ് എന്നായിരിക്കും. ഓക്കെ. അതിനൊക്കെ തന്നെ ക്യാപിറ്റൽ ലെറ്ററിനെ നമ്മൾ പറയുന്ന പേര് അപ്പർ കേസ് എന്നായിരിക്കും പറയുന്നത്. അപ്പൊ കേസ് സെൻസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നതേ നിങ്ങൾ എ ബി സി എന്ന് എഴുതിയാലും ക്യാപിറ്റൽ ലെറ്റർ എ ബി സി എന്ന് എഴുതിയാലും രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. രണ്ടാണ്, ഒന്നല്ല. സാധാരണ നമ്മൾ നമ്മുടെ പേര് എഴുതാറില്ലേ, എങ്ങനെയാണ്, സ്മോൾ ലെറ്റർ എഴുതിയാലും ക്യാപിറ്റൽ ലെറ്റർ എഴുതിയാലും എന്താണ്, സെയിം എഫക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ സെയിം ആണെന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഒരേ എന്താണ് ലെറ്റേഴ്സ് തന്നെ സ്മോൾ ലെറ്ററിൽ എഴുതിയാലും ക്യാപിറ്റൽ ലെറ്റർ എഴുതിയാലും രണ്ടായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന കേസ് സെൻസിറ്റീവ് എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഐഡന്റിഫൈഡ് സാർ ആ പേരുകൾ എന്താണ്, കേസ് സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ഓക്കെ. ഇനി അഞ്ചാമത്തെ റൂൾ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കീവേഡുകൾ ഉണ്ടല്ലോ, ആ കീവേഡ് അതുപോലെ എടുത്ത് നിങ്ങൾ യൂസ് ചെയ്യരുത്. ഡു നോട്ട് യൂസ് കീവേഡ് ആസ് ഐഡന്റിഫയർ.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇൻഡ് എന്ന് പറയുന്നൊരു കീവേഡ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കരുത്, ഈ പറയുന്ന ഇൻഡ് എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ വേരിയബിൾസിന് കൊടുക്കാൻ പാടില്ല. കാര്യം കീവേഡാണ്, അതിന് ഓൾറെഡി എന്താണ് മീനിങ് ഡിഫൈൻഡ് ആണ്. നമ്മളായിട്ട് ഈ പേര് എന്താണ് ഈ പറയുന്നത് തന്നെ എന്താണ് മീനിങ് അല്ലെങ്കിൽ പേര് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഓൾറെഡി റിസർവ്ഡ് ആയിട്ടുള്ള ഒരു 32 പേരുണ്ടല്ലോ, ആ 32 പേരിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യരുത്, ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യരുത്. ഇനി അങ്ങനെ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കൂടെ ഒന്ന് ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവരിക. ഫോർ എക്സാമ്പിൾ INTS എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല, INT അതുപോലെ കയറി എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യരുത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി ആറാമത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് മാക്സിമം എന്താണ്, ലെങ്ത് മാക്സിമം 31 31 എന്താണ് എന്താണ് ക്യാരക്ടേഴ്സ് മാത്രമേ അതിനകത്ത് വരാൻ പാടുള്ളൂ. അപ്പൊ ഈ 6 റൂൾസ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നിങ്ങളൊരു ഐഡന്റിഫയർ അല്ലെങ്കിൽ നിങ്ങളൊരു പേര് സിയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ആ പേരിനകത്ത് ലെറ്റർ, ഡിജിറ്റ്, അണ്ടർസ്കോർ, ഈ 3 കാര്യങ്ങൾ വരാൻ പാടുള്ളൂ. രണ്ടാമത്തെ റൂൾ സ്പേസ് ഒരിക്കലും വരാൻ പാടില്ല. മൂന്നാമത്തെ റൂൾ ഒന്നെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ലെറ്ററിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അണ്ടർസ്കോറിൽ സ്റ്റാർട്ട് ചെയ്യുക. ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, കേസ് സെൻസിറ്റീവ് ആണ്. ABC സ്മോൾ ലെറ്റർ എഴുതിയാലും ക്യാപിറ്റൽ ലെറ്റർ എഴുതിയാലും രണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത റൂൾ പറഞ്ഞിരിക്കുന്നത് ഡു നോട്ട് യൂസ് കീവേഡ് ആസ് ഐഡന്റിഫയർ. ഓക്കെ, ഓൾറെഡി റിസർവ്ഡ് ആയിട്ടുള്ള ഒരു 32 വേർഡുണ്ട്, അവരെ അതുപോലെ എടുത്ത് യൂസ് ചെയ്യരുത്. ചേഞ്ച് എന്തെങ്കിലും വരുത്തിയ പ്രശ്നമില്ല. ദെൻ അല്ലെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ കൂടെ ഒരു 1 2 SO BO എന്തെങ്കിലും കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്താൽ സീനില്ല. അല്ലാതെ ഡയറക്റ്റ് അതുപോലെ എടുത്ത് യൂസ് ചെയ്യരുത്. ഇനി മാക്സിമം ലെങ്ത് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 31 ക്യാരക്ടേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതിനപ്പുറത്തേക്ക് പോകരുത്. നമ്മൾ സാധാരണ അതിനപ്പുറത്തേക്ക് പോകാറില്ല. ഓക്കെ. അപ്പോൾ ആ റൂൾസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ദ ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ആൻ ഐഡന്റിഫയർ ഷുഡ് ബി എയ്തർ ആൽഫബറ്റ് ഓർ ആൻ അണ്ടർസ്കോർ ആൻഡ് ദെൻ ഇറ്റ് ക്യാൻ ബി ഫോളോഡ് ബൈ എനി അതർ ക്യാരക്ടർ, ഡിജിറ്റ് ഓർ അണ്ടർസ്കോർ. ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത്. അലൗഡ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയായിരുന്നു, ലെറ്ററും ഓക്കെ ഡിജിറ്റും അതുകൊണ്ട് തന്നെ എന്താണ് അണ്ടർസ്കോറും. ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒന്നുകിൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിജിറ്റിൽ എന്താണ് അണ്ടർസ്കോറിൽ സ്റ്റാർട്ട് ചെയ്ത് ഒറ്റ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കും. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബിഗിൻ വിത്ത് എനി ന്യൂമറിക്കൽ ഡിജിറ്റ്. ഡിജിറ്റിൽ നിന്ന് എന്ത് ചെയ്യരുത്, സ്റ്റാർട്ട് ചെയ്ത്. രണ്ടാമത്തെ പോയിന്റ്. ഇൻ ഐഡന്റിഫയേഴ്സ് ബോത്ത് അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ഡിസ്റ്റിങ്ക്ട്. അതാണ് ഞാൻ പറഞ്ഞത് കേസ് സെൻസിറ്റീവ്. സോ ദെയർഫോർ വി ക്യാൻ സേ ദാറ്റ് ഐഡന്റിഫയേഴ്സ് ആർ കേസ് സെൻസിറ്റീവ്. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു കോമേഴ്സ് ഓർ ബ്ലാങ്ക് സ്പേസസ് കനോട്ട് ബി സ്പെസിഫൈഡ് വിത്ത് ആൻ ഐഡന്റിഫയർ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ സിമ്പലെ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. ഏതായിരുന്നത്, അണ്ടർസ്കോർ. ഓക്കെ. കോമ അല്ലെങ്കിൽ ബ്ലാങ്ക് സ്പേസ് ഇങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യരുത്. സാധാരണ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ എഴുതുമ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട്. അതൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. അതെന്താണ്, എറേഴ്സ് ആണ്. ഓക്കെ. അടുത്തത് കീവേഡ് കനോട്ട് ബി റെപ്രസെന്റഡ് ആസ് ആൻ ഐഡന്റിഫയർ. അതാണ് പറയുന്നത് കീവേഡ് അതുപോലെ എടുത്ത് എന്ത് ചെയ്യരുത്, ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യരുത്. ഇനി ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം 31 ആണ്. 31 അപ്പുറത്തേക്ക് എഴുതിയ പ്രശ്നമില്ല. പക്ഷേ ഫസ്റ്റ് 31 മാത്രമേ അങ്ങനെ ട്രീറ്റ് ചെയ്യത്തുള്ളൂ, എടുക്കത്തുള്ളൂ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഐഡന്റിഫൈ ഷുഡ് ബി റിട്ടൺ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് മീനിങ്. അത് നമുക്ക് റൂളല്ല, അത് നമ്മളുടെ എന്താണ് ലോജിക്കാണ്. ഇത് മാക്സിമം എന്താണ് ഉപയോഗിക്കുന്നതിനനുസരിച്ച്, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു പേര് സെറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ. ഇത്രയും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഞാൻ ഒരുപാട് സ്ലോയിലാണ് പോകുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പിടുത്തം കിട്ടി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ IT ലെവൽ ആയതുകൊണ്ട് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ. കാര്യം എപ്പോഴും ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം കവർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്കും അത് ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഏതാണ് ഓപ്ഷൻ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് C വേരിയബിൾ നെയിം. വേരിയബിൾ നെയിം ആയിരുന്നു എന്തെന്ന് പറയുക, ഐഡന്റിഫയർ. ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ റൂൾ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു റൂള്, നമ്മൾ പറഞ്ഞ റൂൾസ് പറയണ്ട അല്ലേ. അപ്പൊ ആദ്യത്തിനകത്ത് നോക്കിയേ, ഇൻഡ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ടൈപ്പ് കൊടുത്തിരിക്കുകയാണ്. അത് നിങ്ങൾ നോക്കേണ്ട. രണ്ടാമത്തെ നോക്കിയാൽ മതി, നമ്പർ. ഓക്കെ. അപ്പൊ നമ്പർ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ലെറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒറ്റ റൂൾ എന്ത് ചെയ്തിട്ടില്ല, എന്താണ് വയലേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അത് കറക്റ്റ് ആണ്. രണ്ടാമത്തേനകത്ത് റേറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് നമുക്ക് വാലിഡ് ആണ്. അടുത്തതിനകത്ത് വേരിയബിൾ അണ്ടർസ്കോർ കൗണ്ട് ആണ്, അത് നമുക്ക് ഓക്കെ ആണ്. പക്ഷെ അവസാനത്തിനകത്ത് നിങ്ങൾ നോക്കിയേ, ഇവിടെ ഡോളർ എന്ന് പറഞ്ഞൊരു സിമ്പൽ എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്യും. മെയിൻ ഇഷ്യൂ ഇല്ലായിരുന്നു, പക്ഷെ ഡോളർ എന്ന് പറഞ്ഞൊരു സിമ്പൽ യൂസ് ചെയ്തത് കാരണം ഇതെന്താണ്, ഇൻവാലിഡ് ആണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. ഇതൊന്നും നമ്മുടെ ആൻസർ അല്ല. അവർ ചോദിച്ചത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് C വേരിയബിൾ നെയിം ആണ്. വേരിയബിൾ നെയിം എന്നാണ് അവർ ചോദിച്ചത്. ആക്ച്വലി ഇത് എന്താണ്, ഐഡന്റിഫയർ ആണ്. വേരിയബിളിന്റെ പേരിനെയാണ് നമ്മൾ എന്താ പറയുക, ഐഡന്റിഫയർ എന്ന്. ഇനി രണ്ടാമതൊന്ന് വായിച്ചു നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ എ വേരിയബിൾ നെയിംസ് ഇൻ C.
ഐഡന്റിഫയറിന് ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം അവരെന്തായിരിക്കും ചോദിക്കുന്നത്? വേരിയബിൾ നെയിം എന്നുള്ള വേർഡായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ദേ ക്യാൻ കണ്ടെയ്ൻ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആസ് വെൽ ആസ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഓക്കെ, ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും നമുക്ക് അലൗഡ് അല്ല. Okay, അപ്പം റൂൾ 1 വിട്ടേക്ക്, അണ്ടർസ്കോർ മാത്രമേ പറ്റൂ. ഇറ്റ് ഈസ് നോട്ട് ആൻ എറർ ടു ഡിക്ലെയർ എ വേരിയബിൾ ടു ബി വൺ ഓഫ് ദ കീവേഡ്സ്. പറ്റില്ല, നമ്മൾ അന്നേരം പറഞ്ഞ കീവേഡ്സ് അത് വേറെ മീനിങ് ഉള്ളതാണ്, അത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത വേരിയബിൾസ് നെയിം കനോട്ട് സ്റ്റാർട്ട് വിത്ത് എ ഡിജിറ്റ്. അത് കറക്റ്റ് ആണ്. ഇനി വേരിയബിൾ നെയിംസ് ക്യാൻ ബി ഓഫ് എനി ലെങ്ത്. പറ്റില്ല, 31 ക്യാരക്ടേഴ്സേ മാക്സിമം നമുക്ക് അലൗഡ് ഉള്ളൂ. അപ്പം ഇതിനകത്ത് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെയാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ. ഇനി അടുത്തത് വിച്ച് ഈസ് വാലിഡ് സി എക്സ്പ്രഷൻ. ഒന്ന് ആൻസർ ചെയ്തേ, ശ്രദ്ധിച്ച് ചെയ്യണേ. ഓക്കെ, അപ്പൊ ആദ്യത്തേനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എന്താണ്? ഇന്റ് മൈ അണ്ടർസ്കോർ നം അല്ലെ. അപ്പൊ അവിടെ വേരിയബിളിന്റെ പേര് കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ നമ്പർ കൊടുത്തപ്പോൾ കണ്ടോ, നമ്മളിലെ എന്താണ്, നമ്മൾ മറ്റേ ചെക്കിനകത്തൊക്കെ എഴുതുന്ന കണക്ക് 100000, ഇതൊന്നും അലൗഡ് അല്ല. ഇങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ നമ്പറുകൾ മാത്രമേ ഒരു നമ്പർ എന്താണ്, ഡിജിറ്റുകൾ മാത്രമേ നമ്പർ വരാൻ പാടുള്ളൂ. ഇനി അപ്പൊ ഫസ്റ്റ് വൺ തെറ്റാണ്. ഇനി സെക്കൻഡ് വൺ ഇന്റ് മൈ അണ്ടർസ്കോർ നം. അപ്പൊ അവിടെ വേരിയബിളിന്റെ നെയിം കറക്റ്റ് ആണ്, വാല്യൂ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്ത് കറക്റ്റ് ആണ്. ഇനി തേർഡ് വണ്ണിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ വേരിയബിളിന്റെ നെയിം ഇഷ്യൂ ആണ്, സ്പേസ് കയറി വന്നു. അപ്പൊ അത് കാരണം തെറ്റാണ്. ഫോർത്ത് വണ്ണിനകത്ത് എന്ത് ചെയ്തു? ഡോളറിന് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാലിഡ് ഐഡന്റിഫയർ ഇൻ സി. പെട്ടെന്ന് ആൻസർ ചെയ്ത്. നമ്മൾ റൂളുകൾ പഠിച്ചു, ആ റൂളുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരെ അങ്ങ് എടുത്താണ്. റൂളുകൾ പഠിച്ചത് ഓർക്കുക, ആ റൂളുകൾ വെച്ചിട്ടുള്ള ആൻസർ അങ്ങ് എടുക്കുക. ഓക്കെ, നമ്മൾ പഠിച്ച റൂളിനകത്ത് ആദ്യത്തിന്റെ പ്രശ്നം എന്താണ്? ഫസ്റ്റ് വേണ്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അതുകൊണ്ട് അത് തെറ്റാണ്. കാര്യം നമ്മൾ പഠിച്ചു ഡിജിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അവിടെ റീസൺ എഴുതി നോട്ട് സ്റ്റാർട്ട് വിത്ത് ഡിജിറ്റ്. ഡിജിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇഷ്യൂ സംഭവിച്ചത്. രണ്ടാമത്തേനകത്ത് എന്താ പ്രശ്നം? വേരിയബിൾ ഹൈഫൺ ആണ്. ഓക്കെ, ഡു നോട്ട് യൂസ് സ്പെഷ്യൽ സിമ്പിൾസ്. സ്പെഷ്യൽ സിമ്പിൾസ് നമുക്ക് ഓക്കെ യൂസ് ചെയ്യാൻ പാടില്ല. ഏതാണ്? എക്സെപ്റ്റ് ഒരെണ്ണത്തിന് എക്സെപ്ഷൻ ഉണ്ട്. ഏതായിരുന്നു? അണ്ടർസ്കോർ. മൂന്നാമത്തതിനകത്ത് നമുക്ക് അണ്ടർസ്കോർ വേരിയബിൾ ടു അത് ഓക്കെ ആണ്. അണ്ടർസ്കോറിലോ അല്ലെങ്കിൽ ലെറ്ററിലോ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇവിടെ നമ്പർ ആകെ ഒരെണ്ണമാണ് അതിൽ വന്നിരിക്കുന്നത്, അവസാനമാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത നാലാമത്തെ പ്രശ്നം, ഫ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? അതൊരു കീവേഡ് ആണ്, അത് അതിനെ യൂസ് ചെയ്തതാണ് അല്ലേ. ഇതെന്താണ്? ഫ്ലോട്ട് ഈസ് എ കീവേഡ്, അതുകൊണ്ട് അതെന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വാലിഡ് ആയിട്ടുള്ള ആര് മാത്രമാണ്? ഓപ്ഷൻ സി മാത്രമാണ് വാലിഡ്. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച് നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റൂൾ ഫോർ ഐഡന്റിഫൈഡ് സിൻസിങ്. ഐഡന്റിഫൈഡ്സിന്റെ റൂൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് കനോട്ട് സ്റ്റാർട്ട് വിത്ത് എ ഡിജിറ്റ്. ഓക്കെ, ഓപ്ഷൻ ബി പറഞ്ഞ് കനോട്ട് യൂസ് കീവേഡ്സ്, ക്യാൻ ഇൻക്ലൂഡ് സ്പേസസ്, ക്യാൻ ഇൻക്ലൂഡ് അണ്ടർസ്കോർസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റൂൾ ഫോർ ഐഡന്റിഫയേഴ്സ്. റൂൾ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റൂൾ അല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻ ഇൻക്ലൂഡ് സ്പേസസ് അല്ലെ. സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയല്ലേ നമ്മുടെ റൂള്. ഓക്കെ, അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി വാട്ട് ഈസ് ദ മാക്സിമം ലെങ്ത് ഓഫ് ആൻ ഐഡന്റിഫയർ ഇൻ സി ആസ് പെർ ദ സ്റ്റാൻഡേർഡ് ആൻസി സി. ഓക്കെ, എന്തായിരിക്കും ആൻസർ? അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ആ ഒരു സ്ട്രക്ചറൈസ് ചെയ്തെല്ലാം ആൻസി ആണ്. ഓക്കെ, അതാണ് ഞാൻ നോക്കുക. നമുക്ക് ആൻസർ അറിയാം, 31 ക്യാരക്ടേഴ്സ് ആണ് മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് മേളിൽ കൊടുക്കാം, പക്ഷെ കൊടുത്താലും ആദ്യത്തെ 31 അവൻ ട്രീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീവേഡ് ആൻഡ് നോട്ട് എ വാലിഡ് ഐഡന്റിഫയർ. നിങ്ങൾക്കറിയാമെന്ന് വെച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാം. കീവേഡ് ഐഡന്റിഫയർ അല്ലാത്ത.
അപ്പൊ അവിടെ നിങ്ങൾ ആൻസർ ഓർത്ത് വെച്ചേക്കാം. ഇപ്പൊ ഓർത്തിരുന്നാൽ മാത്രം മതി. നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കീവേഡുകളും യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ പിന്നെ ഡൗട്ട് ഒന്നും തോന്നത്തില്ല. അപ്പൊ അവിടെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീവേഡ് ആൻഡ് നോട്ട് എ വാലിഡ് ഐഡന്റിഫയർ. ഓക്കെ, അപ്പം എല്ലാം നോക്കുവാണെങ്കിൽ ഈ പറയുന്ന എന്താണ്, ഐഡന്റിഫയേഴ്സിന്റെ എല്ലാ റൂളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, വാർ ആണെങ്കിലും ന്യൂ ആണെങ്കിലും ഫോർ ആണെങ്കിലും സമ്മൺ ആണെങ്കിലും നമ്മുടെ റൂൾസ് സാറ്റിസ്ഫൈ ഉണ്ട്. പക്ഷെ ഈ ഫോർ എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു കീവേഡാണ്. 32 കീവേഡ് ഉള്ളതിനകത്ത് ഒരു കീവേഡാണ് ഫോർ. ഓക്കെ, 32 കീവേഡാണ് ടോട്ടൽ ഉള്ളത്. അതിനകത്തൊരു കീവേഡാണ് ആരെന്ന് പറയുന്നത്, ഫോർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം അതെന്താണ്, നോട്ട് എ വാലിഡ് ഐഡന്റിഫയർ, അതൊരു കീവേഡാണ്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തേ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫാത്തിമ മീനൊക്കെ ഓപ്ഷൻ ഡി ആണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ വാലിഡ് ഐഡന്റിഫിക്കേഷൻസ്. ഓക്കെ, ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് ഇഫ് അണ്ടർസ്കോർ എൽസ് എന്നാണ്. ഓക്കെ, ആദ്യത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് ഏതായിരുന്നു, ഇഫ് അണ്ടർസ്കോർ എൽസ് എന്നാണ്. ഓക്കെ, അടുത്തത് 4 1 2 3 എന്നാണ്. അടുത്ത അണ്ടർസ്കോർ മെയിൻ എന്നാണ്. ഓൾ ഓഫ് ദർ. അപ്പൊ നിങ്ങൾ നോക്കി, ഇഫ് എന്ന് മാത്രമേ ഉള്ളെങ്കിൽ പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ എൽസ് എന്ന് മാത്രമേ ഉള്ള പ്രശ്നമായിരുന്നു. ഇവിടെ എന്താണ്, ഇഫും അണ്ടർസ്കോർ കഴിഞ്ഞാൽ എൽസ്, അത് വാലിഡ് ആണ്. ഫോർ മാത്രമല്ല, 4 1 2 3 എന്നാണ്. അത് ഓക്കെ. ഞാൻ പറഞ്ഞു കീവേഡിൽ നിന്ന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയാൽ ഓക്കെയാണ്, പ്രശ്നമൊന്നും വരത്തില്ല. അടുത്ത അണ്ടർസ്കോർ മെയിൻ, അത് ഓക്കെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി. എല്ലാം എന്ത് തന്നെയാണ്, വാലിഡ് ഐഡന്റിഫയേഴ്സ് തന്നെയാണ്. ഇനി അടുത്ത, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു യൂസ് എ കീവേഡ് ആസ് എൻ ഐഡന്റിഫയർ. ഒരു കീവേഡിനെ ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്ന അവർ ചോദിച്ചിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 7 ആണോ ഫരീദ? ഞാൻ പറയാം, ഒരു മിനിറ്റ്. 9 പറഞ്ഞിട്ട് ഞാൻ ഫരീദ പറയാം. 7 പറയാം. ഇപ്പൊ ഞാൻ കണ്ടു ചാറ്റ് ബോക്സിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മൾ ഒരു പ്രോഗ്രാം, ഓക്കെ, ഒരു പ്രോഗ്രാം ആക്ച്വലി 3 സ്റ്റേജിലൂടെ കടന്നു പോകേണ്ടത്. എക്സിക്യൂഷൻ, എക്സിക്യൂഷൻ എല്ലാം കൂടെ ചേർത്തിട്ട് 3 സ്റ്റേജ്. ആ സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ, പ്രോഗ്രാം നമ്മൾ എഴുതത്തില്ലേ, നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, അതിനെ നമ്മൾ പറയുന്നവരാണ് പ്രോഗ്രാം എഡിറ്റ് ചെയ്യാന്ന് പറയും. ഇനി എഡിറ്റ് ചെയ്ത പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് മെമ്മറി ഒക്കെ അലോക്കേറ്റ് ചെയ്യണം. ആ സ്റ്റേജിനെ നമ്മൾ പറയുന്ന പേരാണ് കമ്പൈൽ എന്ന് പറയും, രണ്ടാമത്തെ സ്റ്റേജ്. ഇനി കമ്പൈൽ ചെയ്ത ഇഷ്യൂസ് ഒന്നും ഇല്ല, എറേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ അടുത്ത് നമ്മൾ പോകേണ്ടത് ഏതിലേക്കാണ്, എക്സിക്യൂഷനിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ അതിനെ റൺ എന്ന് പറയും. എക്സിക്യൂഷൻ അല്ലെങ്കിൽ എന്താണ്, റൺ. ഇങ്ങനെ 3 സ്റ്റേജിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു പ്രോഗ്രാം പോകേണ്ടത്. ഏതൊക്കെയാണ്, എഡിറ്റ്, കമ്പൈൽ, അതിനൊക്കെ അടുത്ത ഏതായിരുന്നു, റൺ. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു യൂസ് എ കീവേഡ് ആസ് എൻ ഐഡന്റിഫയർ. ഓക്കെ, നമ്മൾ ഒരു ഒരു വേരിയബിളിന്റെ പേരായിട്ട് എന്ത് കൊടുത്തു, ഒരു കീവേഡും കൊടുത്തു. അപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ എറേഴ്സ് എല്ലാം ഐഡന്റിഫൈ വെച്ചാൽ, കീവേഡ് എന്ന് പറയുന്നത് നമ്മൾ ഐഡന്റിഫൈ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, അതൊരു എററാണ്. ഓക്കെ, ആ എറർ എന്ത് ചെയ്യും, നമ്മൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത്, കമ്പൈൽ ചെയ്യുന്ന സമയത്ത് അവൻ ഐഡന്റിഫൈ ചെയ്യും. കാര്യം ഇത് ഓൾറെഡി കീവേഡ് ആണെന്ന് അവന്റെ കയ്യിൽ രജിസ്റ്റർ ആണ്, രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെയുള്ള ഒരെണ്ണം നമ്മൾ വേരിയബിളിന് പേര് കൊടുത്താൽ അവൻ എന്ത് ചെയ്യും, എററായിട്ട് കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ അത് എന്ത് കാണിക്കും, കമ്പൈലേഷന്റെ സമയത്ത് എറർ കാണിക്കും. അതാണ് ഇതായി കാണിച്ചിരിക്കുന്നത് കമ്പൈലേഷൻ എറർ എന്ന് പറയുന്നത്. റൺ ചെയ്യുമ്പോഴല്ല കാണിക്കുന്നത്, കമ്പയർ ചെയ്യുമ്പോൾ അവൻ എറർ കാണിച്ചത് കറക്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകും, അല്ലാന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് നിൽക്കും, എററായിട്ട് നിൽക്കും. 9 ഓക്കെ ആണോ ഫരീദ? അങ്ങനെയാണെങ്കിൽ ഞാൻ 7ലേക്ക് പോവാം. ഓക്കെ, അപ്പൊ 7 അയാളൊന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ നിങ്ങൾ നോക്കി, ക്വസ്റ്റ്യൻ നമ്പർ 7, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീവേഡ് ആൻഡ് നോട്ട് എ വാലിഡ് ഐഡന്റിഫയർ. ഐഡന്റിഫയർ അല്ലാത്ത കീവേഡ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം കീവേഡിനകത്ത് നമുക്ക് ഒരേ ഒരു കീവേഡാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഫോർ എന്ന് പറയുന്ന കീവേഡാണ്. നമ്മൾ നേരത്തെ ഒരു 32 ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഫോർ എന്താണ്, കീവേഡാണ്. അവിടെ ക്ലിയർ ആണ്. 32 എന്നുള്ളതിനകത്ത് ഫോർ എന്താണ്, ഒരു കീവേഡാണ്. ഓക്കെ, ഇത് ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏതാണ്, ക്വസ്റ്റ്യൻ നമ്പർ 7 ഏതാണ് കീവേഡ് എന്നല്ല അവർ ചോദിച്ചത്, ഫോർ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കീവേഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ന്യൂ കണ്ടിട്ടുണ്ടായിരിക്കും, അത് സിയിലല്ല C++ലാണ്. C++നകത്താണ് അത് കീവേഡ് ആയിട്ട് പോകുന്നത്. ഓക്കെ ആണോ കരീന? ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 9 വരെ കഴിഞ്ഞു. അടുത്ത 10 ഒന്ന് ആൻസർ ചെയ്തേ.
പതിയെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ, തെറ്റിപ്പോകുന്നു. മാക്സിമം നെഗറ്റീവ്സ് ഇപ്പോഴേ കുറച്ച് കുറച്ച് ശീലിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാമിന്റെ ഒക്കെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഒരുപാട് സമയം കിട്ടും. അതായത് മിക്കത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് കുറവായിരിക്കും. സീലല്ല, മറ്റു ക്വസ്റ്റ്യൻസിനകത്ത്, മറ്റു മെഡുകളിനകത്തെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം കിട്ടും. നമുക്ക് അവസാനം കുറച്ച് നേരം ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കാനുള്ള സമയം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ആൻഡ് ഐഡന്റിഫയർ? ആദ്യത്തെ എന്തായിരുന്നു? എ സിമ്പിൾ യൂസ് ടു പെർഫോം ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാനുള്ള സിമ്പിൾ നമ്മൾ ഓപ്പറേറ്റർ എന്നാ പറയാ, അല്ലേ? നമുക്ക് പഠിക്കാനുള്ളതാണ്. എ റിസർവ്ഡ് വേർഡ് വിത്ത് സ്പെഷ്യൽ മീനിങ്, അതിന് നമ്മൾ എന്തായിരുന്നു പറയുന്നത്? ഓപ്ഷൻ ബി നമ്മൾ എന്താ പേരിട്ട് വിളിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായത് വെച്ച് പറഞ്ഞു. എ റിസർവ്ഡ് വേർഡ് കീവേഡ്. ഓക്കെ, കറക്റ്റാ. അപ്പം അത് കീവേഡാണ്. അവരെന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ആൻഡ് ഐഡന്റിഫയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ചോദിച്ചിരിക്കുന്നത് എ നെയിം യൂസ് ടു ഐഡന്റിഫൈ എ വേരിയബിൾ, ഫംഗ്ഷൻ, ആർ. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ അല്ലേ? എ ടൈപ്പ് ഓഫ് കോൺസെന്റ് അല്ല. അപ്പം ഓപ്ഷൻ എ അല്ല, ബിയും അല്ല, നിനക്ക് ഡിയും അല്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സോറി, ബി ആണ് കറക്റ്റ് ആൻസർ. സോറി, സി ആണ് കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം തെറ്റ് ആൻസർ ആണ്. ഓക്കെ, ഇനി അടുത്തത് വിച്ച് ക്യാരക്ടർ ഈസ് നോട്ട് അലൗഡ് ഇൻ എ സി ഐഡന്റിഫയർ? സി ഐഡന്റിഫയറിനകത്ത് അലൗഡ് അല്ലാത്തത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഐഡന്റിഫയറിന്റെ ഫുള്ളിനകത്ത് അലൗഡ് അല്ലാത്തത്. ഓക്കെ, ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് അണ്ടർസ്കോർ. അണ്ടർസ്കോർ അലൗഡ് ആണ്. ഓക്കെ, ഇനി ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് വൺ. വൺ എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് അല്ലെ, നമുക്ക് ലെറ്റർ, ഡിജിറ്റ്, അണ്ടർസ്കോർ അല്ലേ അലൗഡ്? ആരൊക്കെയാണ്? ലെറ്റേഴ്സ്, അത് സ്മോൾ ലെറ്റേഴ്സ് ആയിട്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ടും നമുക്ക് അലൗഡ് ആണ്. ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? ഡിജിറ്റ്സ്. ഡിജിറ്റ്സ് ഒക്കെ അലൗഡ് ആണ്. അതായിരുന്നു 0 to 9. ഇനി അടുത്ത എന്തായിരുന്നു? നമുക്ക് ഒരു അണ്ടർസ്കോർ മാത്രമാണ് അലൗഡ്. ഓക്കെ, എന്തായാലും അണ്ടർസ്കോർ ഇത്ര യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം ഇതിനകത്ത് വരാത്തത് ആരാണ്? ഡോളർ ആണ് വരാൻ പാടില്ലാത്തത്. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് കീവേഡ്സ് ഇൻ സി? ഓക്കെ, എല്ലാം സാറ്റിസ്ഫൈ ആണ്, എല്ലാവരും സാറ്റിസ്ഫൈ ആണ്. ആ ക്വസ്റ്റ്യൻ, ഈ 12ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യം. നമ്മൾ ഈ കീവേഡ്സ് പഠിക്കുകയാണ് നമ്മളുടെ കയ്യിൽ നിൽക്കുന്നത്. കാര്യം നമുക്ക് പലയിടത്തും യൂസ് ചെയ്താണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഓർത്തിരുന്നാൽ മാത്രം മതി. അപ്പൊ ഓപ്ഷൻ എ പറയുന്നത് മെയിൻ, പ്രിന്റപ്പ്, സ്കാനപ്പ്, ഇവരാരും എന്തല്ല കീവേഡ്സ് അല്ല. രണ്ടാമത്തെ നിൽക്കട്ടെ അവിടെ. മൂന്നാമത്തതിനകത്ത് വോയിഡ്, CLR, SCR, ഗെറ്റ് CH. അതിനകത്ത് വോയിഡ് ഓക്കെ ആയിരുന്നു. ബാക്കി എല്ലാവരും എന്തല്ല കീവേഡ് അല്ല. മൂന്നാമത്തിനകത്ത് സ്കാനഫ് അല്ല. ഓക്കെ, 4 ആണ്, മെയിൻ അല്ല. എല്ലാവരും വേണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി അല്ല. അപ്പൊ ഓപ്ഷൻ ഡിക്ക് അത് ഇന്ത്യ റിട്ടേൺ റൈറ്റ്, ഇത് എല്ലാം എന്ത് തന്നെയാണ്? കീവേഡ്സ് ആണ്. അത് തെറ്റിപ്പോയെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കീവേഡ്സ് ജസ്റ്റ് ഒന്ന് 32 നമ്പർ മാത്രമേ ഇപ്പം പറഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് ഈ ഇത്രയും നമ്മൾ പഠിച്ചതിനകത്ത് നിന്ന് നമ്മൾ എന്താണ് 12 ക്വസ്റ്റ്യൻസോളം നമ്മൾ സോൾവ് ചെയ്ത് നോക്കി. നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ അല്ലേ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞു തരാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. ക്ലിയർ ആണ് ഇത്രയും? എല്ലാവരും റിപ്ലൈ തരണേ. ബാക്കിയുള്ളവരുടെ റിപ്ലൈ വന്നില്ല, കുറച്ച് പേരുടെ വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിക്കാം, അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. നമുക്ക് പതിയെ പോയാൽ മതി, പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കി ക്ലിയർ ആയിട്ടും ഒരു ഡൗട്ടും ഇല്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്തത്, അപ്പൊ നമ്മളിപ്പം ഒരു ടോക്കൺ ആണ് കഴിഞ്ഞത്. ഏതായിരുന്നു? ഐഡന്റിഫയർ. അടുത്തത് കോൺസ്റ്റൻസ് ആണ്. ചോദിച്ചോ? സാറേ, നമ്മൾ ഒരു ഇത് ഇപ്പൊ കീവേഡ്സ് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഒരു PSC ക്വസ്റ്റ്യൻ വന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പം ഫംഗ്ഷൻ നെയിമും വേരിയബിൾ നെയിമും ഒക്കെ പേര് കൊടുക്കുമ്പം കീവേഡ്സ് മാത്രം കൊടുക്കരുതെന്നല്ലേ ഉള്ളൂ? മെയിൻ, ഗെറ്റ് CH അങ്ങനെയുള്ള കീവേഡ് അല്ലാത്തൊക്കെ അപ്പൊ നമുക്ക് കൊടുക്കാവോ?
കൊടുക്കാം, പക്ഷെ ഇതിന് ആ പേരിൽ വേറൊരാളവിടെ കാണാൻ പാടില്ല, അതായത് യുണീക്ക് ഇപ്പം ആയിരിക്കണം. പ്രിന്റ് എഫ് ഫോർ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ, പ്രിന്റ് ആ പറഞ്ഞു. ഇതല്ലേ ഉദ്ദേശിച്ചത്. ഇപ്പം ഇന്റ് പ്രിന്റ് എഫ് എന്ന് കൊടുത്തു. ഇനി നമ്മൾ പ്രിന്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെക്കുക. അപ്പം ഇവിടെ അതിനൊരു മീനിങ് അല്ലേ, ഇവിടെ വേറൊരു മീനിങ് അല്ലേ, അങ്ങനെ വരാൻ പാടില്ല. ഒരു പേരിൽ ഒരാളെ വരാൻ പാടുള്ളൂ. ഓക്കെ ആണോ? അതുകൊണ്ട് ആ നമ്മൾ ഓക്കെ സിമ്പിൾ ആയിട്ട് സാർ. ഇത്ര ഓർത്തിരുന്നാൽ മതി, പേരുകളെല്ലാം യുണീക്ക് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ക്ലാസ്സിൽ 60 കുട്ടികളുണ്ടെന്ന് വെക്കാം. ഇവിടെ ഒരു എ എന്ന് പറയുന്ന കുട്ടി ഇരിപ്പുണ്ട്, ഇവിടെ ഒരു എ എന്ന് പറയുന്ന കുട്ടി ഇരിപ്പുണ്ടെന്ന് വെക്കാം. ഓക്കെ, അപ്പം ഞാൻ ഈ ക്ലാസ്സിൽ നിന്നിട്ട് എ എഴുന്നേക്കാൻ പറഞ്ഞ 2 പേരും എഴുന്നേക്കാൻ ചാൻസ് ഇല്ലേ, യുണീക്ക് അല്ലാത്തത് കൊണ്ട്. സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെ, ഒരു പേരിൽ ഒരാളെ വരാൻ പാടുള്ളൂ, അതിനെ നമ്മൾ യുണീക്ക് ആയിരിക്കണം എന്ന് പറയും. ഓക്കെ ആണോ? സാറേ ഈ ഓക്കെ സാർ. ആക്ച്വലി സാറേ ആക്ച്വലി പ്രിന്റ് എഫ് പറഞ്ഞ ഒരു കേട്ടില്ല. റിസർവ്ഡ് വേർഡ് അല്ലേ? പ്രിന്റ് എഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റിസർവ്ഡ് അല്ല വേർഡ് തന്നെ അല്ലേ? അ- അല്ല, നമ്മൾ എന്താന്ന് വെച്ച് അത് കഴിഞ്ഞാല് വെച്ചിട്ട് നിങ്ങൾ നമുക്ക് പ്രിന്റ് അവിടെ അല്ല, അതിന്റെ ഞാൻ റീസൺ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം കോഡിനകത്ത് ഇങ്ങനെ ഒരു സാധനം കൊടുക്കാറുണ്ടോ? ഈ ഒരു കാര്യം കണ്ടിട്ടുണ്ടോ? ഹാഷ് ഇൻക്ലൂഡ് stdio ടച്ച് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് സാറേ. ഹലോ, ഓക്കെ. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹെഡർ ഫയൽ എന്ന് പറയും. ഓക്കെ, ഒരു ഫയലാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ പ്രോഗ്രാം എഴുതാൻ നോക്കുക. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിന് പേരെടുത്ത് സം ഡോട്ട് സി. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഫയലാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് stdio.h. ഇത് ഓക്കെ അല്ലേ? ഈ stdio.h-നകത്താണ് എന്തെഴുതിയിരിക്കുന്നത്, പ്രിന്റ് എഫ്, സ്കാൻ എഫ്, ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഹാഷ് ഇൻക്ലൂഡ് stdio.h നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ലൈനിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്തെ കണ്ടന്റുകൾ നമുക്കിവിടെ ആക്സസിബിൾ ആണ്, വരുവാണ്. അങ്ങനെയാണെങ്കിൽ പിന്നീട് നമ്മളിവിടെ പ്രിന്റ് എഫ് എന്ന് എഴുതി കഴിഞ്ഞാലേ ഈ പ്രിന്റ് എഫും എന്തായിട്ട് മാറും, സെയിം ആയിട്ട് മാറത്തില്ലേ? മനസ്സിലായോ? മനസ്സിലായി സാറേ. പിന്നെ അതുകൊണ്ട് ഈ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ആ ആ, ഇതിൽ ആഷ് ഇൻക്ലൂഡ് stdio.h ഇതിന് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് എന്തോ അല്ലേ പറയാ, ഇത് യൂസ് ചെയ്യാതെ നമുക്ക് സി പ്രോഗ്രാം റൺ ചെയ്യാൻ കോഡ് പറ്റുമോ? എഴുതാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഈ പ്രിന്റ് എഫിന്റെ സ്കാൻ എഫ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും. അത് എളുപ്പമുള്ള പണിയല്ല. അതായത് പ്രിന്റ് എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്ന വേരിയബിളിന്റെ വാല്യൂ മോണിറ്ററിൽ കാണണം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ സ്കാൻ എഫ് എന്ന് പറഞ്ഞാൽ stdio.h-നകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണല്ലേ ഇതൊക്കെ? അതെ 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 അതെ. കാര്യം ഓക്കെ സാർ. ഇതെല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ. നിങ്ങൾ യൂസ് ഓക്കെ. ചെയ്യാറുണ്ട്, ഞാനും യൂസ് ചെയ്യാറുണ്ട്, എല്ലാവർക്കും ആവശ്യമുണ്ട്. അപ്പൊ അവരെന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോമൺ ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഓരോ ഫയലിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ റിപ്പീറ്റഡ് എഴുതേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാ സി ഉപയോഗിക്കുന്നവർ പ്രിന്റ് എഫ് സ്കാൻ എഫ് ഡിഫൈൻ ചെയ്യേണ്ടി വരില്ലേ? മനസ്സിലായോ? ഓക്കെ സാർ, താങ്ക് യു, മനസ്സിലായി. അപ്പൊ ഇതാണ്. ഓക്കെ, രണ്ടുപേർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നമ്മുടെ ടോക്കൺ എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി നോക്കുക, എ ഈക്വൽ ടു ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ ഈക്വൽ ടു ബി ഇൻറ്റു എസ് ബൈ 2 എന്ന് എഴുതി. ഇവിടെ ബിയും എച്ചും എയും 3 മെമ്മറി ലൊക്കേഷനുകൾ റെപ്രസെന്റ് ചെയ്യുന്നു. ബിയും എച്ചും മാറുന്നതിനനുസരിച്ച് ആര് മാറിക്കൊണ്ടിരിക്കും? എ മാറും. പക്ഷെ ഈ 2 എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല അല്ലെ? 2 എന്ന് പറയുന്ന വാല്യൂ എങ്ങനെയാണെങ്കിൽ ഏത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 അല്ലെ? അപ്പം ഈ 2-നെ നമ്മൾ പറയുന്നവരാണ് കോൺസ്റ്റന്റ് എന്ന് പറയും. ഇനി എയും ബിയും എച്ചും ഒക്കെ എന്താണ്, നമ്മൾ ഇഷ്ടമുള്ള വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും അല്ലെ? വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവരെ നമ്മൾ പറയുന്നവരാണ് വേരിയബിൾസ് എന്ന് പറയും. അപ്പം ഒരു പ്രോഗ്രാമിൽ വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ആളെ പറയുന്നവരാണ് കോൺസ്റ്റന്റ് എന്ന് പറയും. വാല്യൂ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ളതിനെ പറയുന്നവരാണ് വേരിയബിൾ എന്ന് പറയും. ഓക്കെ, അപ്പം ഈ വേരിയബിളും കോൺസ്റ്റന്റും ക്ലിയർ ആണോ? വേരിയബിളും കോൺസ്റ്റന്റും ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ഇനി നമുക്ക് കോൺസ്റ്റന്റിനകത്ത് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പോകാം. വേരിയബിൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പം ഈ കോൺസ്റ്റന്റുകളെ, ഓക്കെ, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഞാൻ ഇങ്ങനെ അങ്ങ് ഡിഫൈൻ ചെയ്യണേ, ദോസ് വാല്യൂ ക്യാൻ ബി ചേഞ്ച് ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ വാല്യൂ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, കോൺസ്റ്റന്റ്. സോറി, കനോട്ട് ബി ചേഞ്ച്. വേരിയബിൾ അല്ലല്ലോ,
കോൺസ്റ്റന്റ് ആണ്, കനോട്ട് ബി ചേഞ്ച് ഇൻ എ പ്രോഗ്രാം. ഒരു കാരണവശാലും വാല്യൂ ചേഞ്ച് ചെയ്യാത്തതിനാണ് നമ്മൾ എന്താ പറയുക, കോൺസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റിനെ നമ്മൾ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് നമ്പേഴ്സ് വരാറുണ്ട്. അപ്പൊ നമ്പർ കോൺസ്റ്റന്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ന്യൂമറിക്കൽ കോൺസ്റ്റന്റ് എന്ന് പറയും. നമ്പർ റിലേറ്റഡിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂമറിക്കൽ എന്ന് പറയും, ന്യൂമറിക്കൽ കോൺസ്റ്റന്റ്. ഈ ന്യൂമറിക്കലിനകത്ത് തന്നെ നമുക്കൊരു കുറെ കാറ്റഗറീസ് വരുന്നുണ്ട്. നമുക്ക് ഏതൊക്കെ ടൈപ്പ് നമ്പർ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിജേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പറുകളുണ്ടല്ലോ, ഇൻഡിജേഴ്സ്. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ 3, 5, -6 ഇതെല്ലാം എന്താണ്, ഇൻഡിജർ. ഇനി ചില നമ്പറിനകത്ത് ഫ്രാക്ഷൻ വരും. ഫോർ എക്സാമ്പിൾ 5.6, 7.9, -123.5 ഇവരെ നമ്മൾ പറയുന്നവരാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയും. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് ഈ നേരത്തെ നമ്മൾ ബൈനറിയെ കുറിച്ച് പറഞ്ഞല്ലോ. ഓക്കെ, അങ്ങനെ ബൈനറി നമ്പർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒക്ടൽ നമ്പറുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ തന്നെ ഡെസിമൽ നമ്പർ, ഹെക്സാ ഡെസിമൽ നമ്പർ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഡെസിമൽ ആണ്. അതിനൊക്കെ എന്താണ്, ഹെക്സാ ഡെസിമൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഇത്രയും കാറ്റഗറി നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ നമ്പേഴ്സിനെ കോമൺ ആയിട്ടും നമ്പർ ഏതാണ്, കോൺസ്റ്റന്റുകളാണ്. ഓക്കെ, ഇപ്പൊ ഓരോന്നിനും എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഇൻറ്റിജറിന് ഞാൻ പറഞ്ഞു 3 ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് ഞാൻ പറഞ്ഞു 6.4 ആണെന്ന്. ബൈനറി എന്ന് പറയുമ്പോൾ നമ്മൾ ആ നമ്പർ കൊടുക്കുമ്പോഴത്തേക്ക്, ബൈനറി എന്ന് പറയുമ്പോൾ അതിനകത്ത് 0 1 വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ അത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 0B വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. 0B പിന്നെ 1 1 0 0 ഇങ്ങനെ കൊടുക്കണം. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം, 0B സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി ഒക്ടൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് 0 മുതൽ 7 വരെ വരാൻ പാടുള്ളൂ. അതിനൊക്കെ തന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആ നമ്പർ എഴുതുമ്പോൾ നമ്മൾ 0 വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. മറ്റേ എത്രയായിരുന്നു, ബൈനറി ആകുമ്പോൾ 0B. ഓക്കെ, ഇനി ഒക്ടലാകുമ്പോൾ നമ്മൾ 0 3 5 6 0 മുതൽ 7 വരെയുള്ള നമ്പറേ വരാൻ പാടുള്ളൂ. സ്റ്റാർട്ട് ചെയ്യേണ്ട ഏതിൽ സ്റ്റാർട്ട് ചെയ്യണം, 0 സ്റ്റാർട്ട് ചെയ്യണം. ഇനി അടുത്തത് ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 0x വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. 0x 3 5 ക്യാപിറ്റൽ എ അല്ലെ 7 2 എന്ന് കൊടുക്കും. അപ്പൊ അവിടെ നമുക്ക് ഹെക്സാഡെസിമൽ ആകുമ്പോൾ നമുക്ക് 0 മുതൽ 9 വരെയും ക്യാപിറ്റൽ എ മുതൽ ക്യാപിറ്റൽ F വരെ നമുക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഓരോന്നിൻ്റെയും ഓർഡർ നിങ്ങൾ അല്ലെങ്കിൽ അതിന് എഴുതേണ്ട രീതി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ബൈനറി ആണെങ്കിൽ 0B എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒക്ടൽ ആണെങ്കിൽ 0. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിലേ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ 2 നമ്പർ എഴുതാം, ഇത് ഒക്ടൽ ആണോ ഡെസിമൽ ആണോ എന്നുള്ള കാര്യം നിങ്ങൾ പറയണം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് നമ്പർ ആണെന്ന് പറയണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു 756 0 756 0x 756. ഓക്കെ, ഈ 3 ഇപ്പൊ ഇത് എ, ഇത് ബി, ഇത് സി. എ ഏത് ടൈപ്പാണ്, ഏത് ടൈപ്പായിരുന്നു ഞാൻ പറഞ്ഞു വെച്ചിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്തു. ഇൻഡിജർ ആണ്, ഇൻഡ്. ഓക്കെ, കറക്റ്റാ. അപ്പൊ ഇത് ഇൻഡിജർ, അല്ലെങ്കിൽ നമ്മളതിനെ ഡെസിമൽ എന്ന് പറയും. ഓക്കെ, ഇൻഡ്. ഇനി രണ്ടാമത്തത് 0756 ഇതെന്തായിരിക്കും, രണ്ടാമത്തത് ഒക്ടലാണ്. ഇനി മൂന്നാമത്തത് 0x 756 അത് ഹെക്സാഡെസിമൽ ആയിരിക്കും. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം, നമുക്ക് ആവശ്യമുള്ളതാണ്. നമുക്ക് അവിടെ നിന്ന് നമുക്ക് പണി കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷെ നമുക്ക് ഈ കാര്യം അറിയാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ എത്തിക്കാനും പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു കോൺസെപ്റ്റുകളെ നമ്മൾ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. കോൺസെപ്റ്റ്സിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഒന്ന് എന്താണ്, ന്യൂമറിക്കൽ. ഓക്കെ, അതിനകത്ത് വരുന്നതാണ് ഏതൊക്കെയാണ്, ഇൻറ്റിജർ. ഓക്കെ, രണ്ടാമത് ഫ്ലോട്ടിംഗ്. ഇൻറ്റിജറിനെ നമുക്ക് ഡെസിമൽ എന്നും പറയാമേ. ഇനി മൂന്നാമത്തെ ഏതായിരുന്നു, ബൈനറി നമ്പർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നാലാമെന്ന് പറയുന്നത് ഒക്ടൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അഞ്ചാമെന്ന് പറയുന്നത് എന്താണ്, ഹെക്സാഡെസിമൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ടൈപ്പ് കോൺസ്റ്റൻസ് ആണ് ക്യാരക്ടർ കോൺസ്റ്റൻസ് എന്ന് പറയും. ചില ക്യാരക്ടറുകൾ എടുത്ത് നമുക്ക് കോൺസ്റ്റന്റ് ആക്കി മാറ്റണം നമുക്ക്. അപ്പൊ അത് ഒരു ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേര് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറയും. സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ്. അപ്പൊ ഒരു ക്യാരക്ടർ എടുക്കാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ അത് സിംഗിൾ കോഡ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണം. സിംഗിൾ കോഡ്സിൽ എ, അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിൽ 1, അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിൽ @ ഇങ്ങനെ ഏത് വേണം, ഏത് ക്യാരക്ടർ സെറ്റിൽ ഏത് ക്യാരക്ടർ എടുത്തിട്ടും സിംഗിൾ കോഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതിനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ പറയുന്നവരാണ് എന്താ പറയുക, സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറയും.
ഇനി ഒന്നിൽ കൂടുതൽ ക്യാരക്ടറുകൾ വേണമെന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് സ്ട്രിംഗ് ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സ്ട്രിംഗ് ക്യാരക്ടർ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഡബിൾ കോഡ്സിനകത്താണ് ഇൻക്ലൂഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഹായ്, അതാണ് നിങ്ങൾ ഈ പ്രിന്റ് ചെയ്യുമ്പോഴൊക്കെ എങ്ങനെ കൊടുക്കുക, ഇങ്ങനെയല്ലേ കൊടുക്കുക, പ്രിന്റ് ഡബിൾ കോഡ്സിൽ ഹായ് എന്ന് കൊടുക്കുക. അപ്പൊ ഈ ഡബിൾ കോഡ്സിൽ വരുമ്പോൾ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, അത് കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, സ്ട്രിംഗ് ക്യാരക്ടർ കോൺസ്റ്റന്റ്. പിന്നെ അത് അതുപോലെ പ്രിന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ക്ലാസ് ചെയ്യുക. അപ്പൊ കോൺസ്റ്റന്റ് എന്താണെന്ന് വെച്ചാൽ എന്തായിരുന്നു, ദോസ് വാല്യൂ ഡു നോട്ട് ചേഞ്ച് ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനകത്ത് വാല്യൂ ചേഞ്ച് ചെയ്യാത്തതിനാണ് നമ്മൾ എന്താ പറയുക, കോൺസ്റ്റന്റ് എന്ന് പറയാം. മെയിൻലി രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്ന നമ്പറുകളുടെ കാറ്റഗറി, ക്യാരക്ടറിന്റെ കാറ്റഗറി. നമ്പർ ആകുമ്പോൾ നമുക്ക് ഒരു 5 ക്ലാസിഫിക്കേഷൻ അവിടെ വരും. ക്യാരക്ടർ ആകുമ്പോൾ 2 ക്ലാസിഫിക്കേഷൻ. ഒരു ക്യാരക്ടർ എടുത്ത് കോൺസ്റ്റന്റ് ആക്കുക, അതിനൊക്കെ എന്താണ് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് എടുത്തിട്ട് കോൺസ്റ്റന്റ് ആക്കുക. അപ്പൊ അതിന് നമ്മൾ സ്ട്രിംഗ് എന്ന് പറയും. ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയും, സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ്. അതാണ് ഓക്കെ. അവസാനത്തെ ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് കൊടുത്തിരിക്കുന്നത് സിംഗിൾ ആണ്. ഓക്കെ ആണോ? ഈ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റിനകത്ത് എങ്ങനെ ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ? അതപ്പോ ഒരു സിംഗിൾ കോട്ട് ഇട്ടിട്ട് നമുക്ക് അതിൽ ഹായ് എന്നൊക്കെ എഴുതാൻ അങ്ങനെ പറ്റുമോ? ഇല്ല, ഇവിടെ പറ്റില്ല. വേറെ ചില ലാംഗ്വേജിൽ അത് അലൗഡാണ്. ഇവിടെ പറ്റില്ല. ഇവിടെ ഒറ്റ ഒരു ക്യാരക്ടർ, ഒരു സിംഗിൾ കോഡ്സിനുള്ളിൽ ഒരു ക്യാരക്ടർ, ഡബിൾ കോഡ്സിനുള്ളിൽ ഒന്നും അതിലധികം ക്യാരക്ടേഴ്സും കൊടുക്കാം. ഇപ്പൊ ABC കൊടുത്താലും ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം. നമുക്ക് പൈത്തൺ എന്ന് പറഞ്ഞ മറ്റു ലാംഗ്വേജസ് ഒക്കെ ഉണ്ടല്ലോ, മറ്റു കുറെ ലാംഗ്വേജിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ സിംഗിൾ കോഡ്സിനുള്ളിൽ കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു ക്യാരക്ടറെ സിംഗിൾ കോഡ്സിൽ കൊടുക്കാൻ പാടുള്ളൂ. ഡബിൾ കോഡ്സിനുള്ളിൽ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിന് കൊടുക്കാം. അതാണ് ഈ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കുഞ്ഞു കാര്യങ്ങളെ തുടങ്ങിയിട്ടുള്ളൂ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന്റെ റീസൺ ഇതാണ്. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. 15 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 12 മുതൽ 14 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു കാരണവശാലും നമുക്ക് മാർക്ക് കയ്യിൽ നിന്ന് പോകരുതെന്ന് വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്ലാസ്സിലാണ്. താങ്ക് യു.